എല്ലാവരും അല്പനേരം നിശബ്ദരായി എല്ലാവരുടെ കരങ്ങളെ ഉയർത്തി കണ്ണുകളെ അടച്ച് ഞാൻ പറയുന്ന ഓരോ വാക്കിനോടും ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഞാനിന്ന് മീറ്റിങ്ങിന് വേണ്ടി പ്രിപ്പയർ ആകുമ്പോൾ ആദ്യ നിമിഷം മുതൽ തന്നെ മാനിഫെസ്റ്റഡ് ആവുന്ന കർത്താവിന്റെ ഗ്ലോറി ഈ ഹോളിൽ നിറയുന്ന എനിക്ക് കാണാം. നിങ്ങളുടെ ശരീരത്തിൽ അനുഭവിക്കാവുന്ന വിധത്തിലുള്ള കർത്താവിന്റെ സാന്നിധ്യം Thank you, Jesus. നിങ്ങളുടെ ചെവിയിൽ ഒരു കാറ്റടിക്കുന്നത് പോലെ കർത്താവിന്റെ ശക്തിയേറിയ സാന്നിധ്യം കൺട്രോൾ ചെയ്ത കൺഫ്യൂഷൻസ് ഉണ്ട്. എല്ലാ കാര്യത്തിലും കൺഫ്യൂഷനാണ്. ചേച്ചീനെ പുറകോട്ട് വലിക്കുന്ന ഒരു ഡിപ്രഷൻ ഉണ്ട്. വീട്ടിലെ എല്ലാവരും ഉണ്ടായിട്ടും ഒറ്റപ്പെടലായി പോയൊരവസ്ഥയാണ് ചേച്ചിക്ക് ഇപ്പോൾ ഉള്ളത്. എല്ലാ കാര്യത്തിലും കൺഫ്യൂഷനാണ്. ഒരു കാര്യം ചെയ്തെത്തിക്കാൻ പറ്റുന്നില്ല. സ്വയം ഞാൻ തോൽവിയാന്ന് കുറ്റപ്പെടുത്തുകയും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ചേച്ചി ഇപ്പോൾ ആയിരിക്കുന്നത്. അത് കർത്താവോട് പറഞ്ഞും പ്രാർത്ഥിച്ചും അപ്പ എനിക്കെന്തോ ഒരു മാറ്റം ഇല്ലാത്തതെന്ന് അങ്ങനെ ചോദിച്ചുകൊണ്ടായിരുന്നത്. ഇന്ന് ചേച്ചിയുടെ ലൈഫ് മാറാൻ പോവുകയാണ്. ഇനി ആ ഡിപ്രഷൻ ചേച്ചിനെ കൺട്രോൾ ചെയ്യത്തില്ല. ഇനി ഒരു കാര്യത്തിലും കൺഫ്യൂഷൻസ് ഉണ്ടാകത്തില്ല. കർത്താവ് കൈ പിടിച്ചിങ്ങനെ നടത്തുന്ന പോലത്തെ ഒരു അനുഭവം ഇനി ലൈഫിൽ ഉണ്ടാകാൻ പോവുകയാണ്. ചിലപ്പോ തോന്നാറുണ്ട് ഒരു റിലേഷൻഷിപ്പും നിൽക്കാറില്ല എന്റെ ലൈഫില്. എല്ലാം ഇടിഞ്ഞു വീഴുന്ന പോലെ തോന്നും. ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അത് നിൽക്കാത്ത പോലെ തോന്നും. ഇന്ന് മുതൽ കർത്താവ് കൂടെ എന്ന കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് മുതൽ ചേച്ചിയുടെ ലൈഫ് മാറാൻ പോവുകയാണ്. ഇന്ന് മുതൽ ഒരു മാറ്റം ഉണ്ടാകും. പിങ്ക് ഷോളിട്ട് ആൻറ്റി, എനിക്ക് ദൈവവേല ചെയ്യാൻ താല്പര്യമാണ്. കർത്താവിനെ പറയാനും കർത്താവിന് വേണ്ടി കുറെ നേരം സമയം ചെലവഴിക്കും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ വീട്ടില്
അടുക്കളയിലായിപ്പോയി എന്ന് പറയാണ് സത്യം. ഇനി എനിക്കൊരു മിനിസ്ട്രി ഉണ്ടാകുമോ? ഇനി ഞാൻ ഇതിൽ നിന്നൊക്കെ എൻ്റെ വീട്ടിലെ ജോലിയിൽ നിന്ന് എങ്ങനെ ഞാൻ കർത്താവിനെ പറയും? അതിനെ മാറ്റിവെച്ച് എങ്ങനെ ഞാൻ മുന്നോട്ട് വരും? ആമേൻ. കർത്താവ് ആന്റിക്ക് വേണ്ടി ഒരു വഴി തുറന്ന് കർത്താവിനെ പറയാൻ വേണ്ടി ആന്റി എപ്പോൾ സ്റ്റെപ്പ് വെക്കുന്നു അന്ന് മുതൽ ഇതൊക്കെ എന്നെ തടയുമെന്ന് തോന്നുന്നു നിർത്തിയിട്ട് കർത്താവിനെ പറയാനായി തുടങ്ങും. ആന്റിയുടെ ഫാമിലി ഫിനാൻഷ്യലി ഒന്നും കൂടെ അപ്ഗ്രേഡഡ് ആവുന്നതാണ്. ചില കാര്യങ്ങളിൽ ആന്റിക്ക് തോന്നും എവിടെയെങ്കിലും ചോർച്ച ഉണ്ടോ എന്ന് തോന്നും. ആമേൻ. ആ ചോർച്ചയെ കർത്താവ് അടച്ചിട്ട് ആമേൻ അവിടെ അബണ്ടൻസ് കൊണ്ടുവരാൻ പോവുകയാണ്. അവിടെ കർത്താവിന്റെ അബണ്ടൻസ് കൊണ്ടുവരാൻ പോവുകയാണ്. കുറെ നേരം നിൽക്കുകയോ പണിയെടുക്കുകയോ ജോലി എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഞ്ചിലൊരു കനം ഇരിക്കുന്നത് പോലെ ചിലപ്പോൾ ഒരു ശ്വാസം മുട്ടൽ പോലെ ഇങ്ങനെ ആന്റീനെ അത് ഡിസ്റ്റർബ് ചെയ്യും. അതിൽ നിന്ന് കർത്താവ് ആന്റീനെ പുറത്തു കൊണ്ടുവരികയാണ്. അവൻ ഈ തോളുകൾ കൊണ്ടാകുന്ന വേദന ഇവിടെ ഇങ്ങനെ മരവിച്ച പോലെ ആകുന്നത് അത് കർത്താവ് മാറ്റാൻ പോവുകയാണ്. അവൻ ഇപ്പോൾ ആന്റി സൗഖ്യമാവുകയാണ്. തൊട്ടപ്പുറത്തിരിക്കുന്ന ആന്റി കൈപൊക്കാവോ? അമ്മയ്ക്ക് നടക്കുമ്പോ ഭയങ്കര ശ്വാസം മുട്ടില്ല, നടക്കാൻ പറ്റത്തില്ല. 2 അടി വെക്കും, പിന്നെ നന്നായിട്ട് ശ്വാസം എടുത്ത് വലിച്ചാലേ പിന്നെ പുറത്തോട്ട് വരാൻ പറ്റത്തുള്ളൂ. അവൻ ഇന്ന് ആ ശ്വാസം മുട്ടിൽ നിൽക്കുക. അമ്മയുടെ മക്കള് അമേൻ അമ്മയുടെ തലയിൽ കയറിപ്പോയ കാര്യം മക്കൾക്ക് സ്നേഹമില്ല, മക്കൾക്ക് എന്നെ നോക്കണമെന്ന് ആഗ്രഹമില്ല. അമേൻ. അങ്ങനത്തെ കുറെ ചിന്ത തലയിൽ കൂടിയിട്ടുണ്ട്. അതിനൊക്കെ പൊളിച്ചു കളയണം. അമേൻ. ആരും ഇല്ലേലും ആരുണ്ടേലും നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഇന്നു മുതല് നമ്മുടെ ലൈഫിൽ ആ സന്തോഷം വ്യാപരിക്കും. ആ ബ്ലാക്ക് ഷോൾ ഇട്ട ആന്റി, നീല ചുരിദാറിട്ട ആന്റിയോടെ ഞാൻ സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ഒറ്റപ്പെടൽ, ഫാമിലി ഒറ്റപ്പെടുത്തി. അത് കാരണം ആന്റി ആ ഒറ്റപ്പെടലിലൂടെയാണ് പോകുന്നത്. ഫാമിലി ഒറ്റപ്പെടുത്തി, സമൂഹം ഒറ്റപ്പെടുത്തി. അവൻ ഇന്ന് ആ ഒറ്റപ്പെടലിൽ നിന്ന് പുറത്തു വരിക. ഇന്ന് ഈ പള്ളിയിൽ വന്നത് ഇതിലൂടെയെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയാണ് ആന്റി ഇന്ന് പള്ളി വന്നത്. എപ്പോഴും മരണം ചിന്തിക്കുന്ന അവസ്ഥയിലൂടെ ആന്റി ഇപ്പൊ പോകുന്നത്. അവൻ ആ മരണത്തിൽ നിന്ന് ആന്റീനെ കർത്താവ് പുറത്തു കൊണ്ടുവരുക. ആ ചിന്തയെ കർത്താവ് പൊളിച്ചു കളയുക. ആന്റിയുടെ ഫാമിലിനെ കർത്താവ് റിസ്റ്റോർ ചെയ്യാൻ പോകുകയാണ്. എവിടെ ഇടിഞ്ഞോ അവിടെ കർത്താവ് അതിനെ പണിഞ്ഞു കൊണ്ടുവരാൻ പോകുകയാണ്. ഓ ഷേരെ ബാഖോറോ ഷേഖേരേലെ ഖോറോ ജേലെ ഖേരെ. അമേൻ. കർത്താവിൽ നിന്നൊരു സൈൻ ആഗ്രഹിച്ചുകൊണ്ട് ആന്റി ഇവിടെ ആയിരുന്നത്. കർത്താവ് നീ എന്നോട് ഇടപെടണം. കർത്താവിൽ നിന്നൊരു സൈൻ ആഗ്രഹിച്ചായിരുന്നത്. ആമേൻ. ഞാൻ ആന്റിയോട് പറഞ്ഞ ഓരോ വാക്കും കർത്താവിന്റെ പ്രൊഫസിയാണ്. ഇന്നു മുതൽ ആന്റിയുടെ ലൈഫ് മാറാൻ പോവാ. ഇന്നു മുതൽ കർത്താവ് ആന്റിയുടെ ലൈഫിൽ ഒരു മാറ്റത്തെ കൊണ്ടുവരിക. എല്ലാരും അന്യഭാഷയിൽ ആരാധിച്ചു. ആ കുഞ്ഞിനെ പിടിച്ചിരിക്കുന്ന ചേച്ചിക്ക് മിനിസ്ട്രി ചെയ്യാനൊരു തീ ഉണ്ടായിരുന്നു. കർത്താവിനെ പറയാനും കർത്താവിനെ പറഞ്ഞ് സ്റ്റേജിൽ നിൽക്കാനും ഒരു തീ ഉണ്ടായിരുന്നു. പക്ഷെ അത് കെട്ടുപോയി, ചിലയിടത്ത് അത് തണുത്തുപോയി. ആമേൻ. ആ തീ കർത്താവ് വീണ്ടും ഇടുകയാണ്. ഞാനിത് സംസാരിക്കുമ്പോ ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ വിങ്ങുന്നതറിയാം. അത് ഹോളി സ്പിരിറ്റിന്റെ വേദന. ആ തീനെ കെടുത്തരുത്, അതിനെ വളർത്തിക്കൊണ്ടുവരണം. ഒത്തിരി പ്രാവശ്യം കർത്താവ് ആന്റിയോട് ചേച്ചിയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ ചേച്ചിയുടെ സാഹചര്യം, ഫാമിലി അതിനെ ഇഗ്നോർ ചെയ്തു. ചേച്ചിക്ക് അറിയാം കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ആ വ്യക്തികളിലൂടെ സംസാരിച്ചു എന്നറിയാം.
പക്ഷെ അതിനെല്ലാം ഇഗ്നോർ ചെയ്തു. ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്റെ ലൈഫ് ഇങ്ങനായി. പക്ഷെ കർത്താവ് ചേച്ചിയുടെ തിരിച്ചു വരാൻ പറയുകയെ. ആമേൻ. ആ ശബ്ദത്തെ കേട്ട് ചേച്ചി സ്റ്റെപ്പ് വെക്കാൻ തുടങ്ങുകയാണെങ്കിൽ കർത്താവിന് വേണ്ടി ഒരു ഫയർ പോലെ ചേച്ചി പ്രയോജനപ്പെടാൻ തുടങ്ങും. യേശു Ore bashelere kezekere റൈറ്റ് സൈഡ് ഇങ്ങനെ തളർന്നു പോകുന്ന പോലെ തോന്നും. റൈറ്റ് സൈഡ് കൊണ്ട് അമ്മേനെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് പോലെ തോന്നും. അതൊന്നുമല്ല അമ്മേനെ വിഷമിപ്പിക്കുന്നത് അമ്മയുടെ ഫാമിലിയാണ്, അമ്മയുടെ മക്കളുടെ കാര്യം. അവരെങ്ങനെ ഒരു സ്ഥലത്തെത്തും. അമ്മയുടെ വേദന ഒന്നും അല്ല അമ്മേനെ സങ്കടപ്പെടുത്തുന്നത്, പക്ഷേ അമ്മയുടെ മക്കളുടെ കാര്യമാണ്. സൈൻ പോലെ അമ്മയുടെ ഈ സൈഡ് കൊണ്ട് ചെയ്യാൻ പറ്റാത്തതൊക്കെ ഇന്നു മുതൽ ചെയ്യാൻ പറ്റും. അത് കർത്താവ് അമ്മയ്ക്ക് തരുന്ന സൈനാണ്. അമ്മയുടെ മക്കളുടെ ലൈഫ് കർത്താവ് സെക്യൂർ ആക്കുന്നതിന്. അമ്മയുടെ ഹൃദയത്തെ വേദനിപ്പിച്ച എല്ലാ കാര്യങ്ങളും അമ്മൻ ഇന്നു മുതൽ അത് മാറാൻ പോവുകയാണ്. അമ്മയുടെ ലൈഫിൽ കർത്താവ് സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. നമ്മുടെ ലൈഫില് നമ്മുടെ ഫാമിലിയില് ഡിപ്രഷൻ കൊണ്ടുവരുന്ന ഒരു ദുരാത്മാവിനെ കാണാം. എല്ലാവരെയും വഴക്കും റെബല്യസ്നെസ്സും ആ ശക്തി, ആ ദുരാത്മാവ് നമ്മുടെ ലൈഫിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോവാ. അമേനെ കർത്താവ് പണിയാൻ പോവുകയാണ്. ചേട്ടന്റെ ബാക്കിൽ ഇരിക്കുന്ന മോളെ ഒന്ന് വിളിക്കോ. ബ്ലാക്ക് ഉടുപ്പിട്ട് അപ്പുറത്താള്. മോൾക്ക് ഇങ്ങനെ പഠിക്കാതിരിക്കുമ്പോ അത് ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല. പഠിക്കാൻ എത്ര ശ്രമിച്ചാലും ഒരു കൺഫ്യൂഷൻ ഭരിച്ചിട്ട് അതിനെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാറില്ല. അപ്പൊ സ്വയം പറയും എനിക്ക് ഇതിനൊന്നും കഴിവില്ല എന്ന് സ്വയം പറയും. അവൻ എല്ലായിടത്തും തോൽവിയാണ് ചിന്ത ഇങ്ങനെ ഏത് സമയം ഭരിച്ചുകൊണ്ടിരിക്കും. അവൻ ഇന്ന് മുതല് ഇഫ് യു ബിലീവ് നിന്റെ കൂടെ ഹോളി സ്പിരിറ്റ് നടന്ന് നീ തോൽവിയാന്ന് തോന്നിയെടുത്തെല്ലാം കർത്താവ് നിന്നെ സക്സസ് ആക്കും. ചില സമയത്ത് തോന്നും ആർക്കും എന്നെ ഇഷ്ടമല്ല, ആരും എന്നെ സ്നേഹിക്കുന്നില്ല, സ്വയം കുറ്റപ്പെടുത്തി സ്വയം മുറിവേൽപ്പിച്ച് ഒരു സൈഡില് മാറിയിരുന്ന് കരയുന്ന കാണാം. ഇന്നു മുതല് നീ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങും.
ഇന്നു മുതൽ നീ കർത്താവിന്റെ സ്നേഹം അനുഭവിക്കാൻ തുടങ്ങും. ഞാനിവിടെ എല്ലാവരോടും പ്രൊഫസൈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീ ആഗ്രഹിച്ചു, കർത്താവ് നീ എന്നോടും കൂടെ സംസാരിക്കണേ നീ ആഗ്രഹിച്ചു. എന്റെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകണം, എന്നോടും കൂടെ സംസാരിക്കണം നീ ആഗ്രഹിച്ചുകൊണ്ടായിരുന്നു. ആമേൻ. ഇന്നു മുതൽ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാകും. ഇന്നു മുതൽ നിനക്ക് എല്ലാ കാര്യത്തിലും ഒരു സാക്ഷിയായിരിക്കും, എല്ലാ കാര്യത്തിലും ഒരു സാക്ഷി ഉണ്ടായിരിക്കും. ആമേൻ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റേ. എത്ര പേർക്ക് അറിയാം നമ്മള് ഇയർ ഓഫ് മാനിഫെസ്റ്റേഷനിലാണ് ആയിരിക്കുന്നതെന്ന്? നമ്മൾ ഓരോരുത്തരും മാനിഫെസ്റ്റേഷൻ കാണാൻ പോകാന്ന് എത്ര പേർക്ക് അറിയാം? അപ്പൊ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചു, ഓരോ മണിക്കൂറും കർത്താവ് നമുക്ക് വേണ്ടി ചിലതിന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇൻഹെറിറ്റൻസ് നമുക്ക് വേണ്ടി ചിലത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, ഒരു വാവ ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അപ്പനും അതിനുവേണ്ടി ഓരോ നിമിഷവും ഇങ്ങനെ അതിന്റെ പുറകെ നടക്കും. എന്തോ വേണ്ടേ, അതിനൊന്നും പറയാനോ ചെയ്യാനോ അറിയാത്തത് കൊണ്ട് ഓരോ നിമിഷം അതിനെ കെയർ ചെയ്ത് അതിനു വേണ്ട എന്താണോ അത് ഏറ്റവും നന്നായി കൊടുക്കാൻ ശ്രമിച്ച് അതിനെക്കാട്ടി എത്രയോ നന്നായിട്ട് എന്റെ അപ്പൻ ചെയ്യുന്നത്. ഓരോ മണിക്കൂർ നമുക്ക് വേണ്ടി പുതിയൊരു ഇൻഹെറിറ്റൻസ് തന്നിരിക്കുക. ഓരോ മണിക്കൂറും നമുക്ക് വേണ്ടി പുതിയതൊന്ന് ഒരുക്കി വെച്ചിരിക്കുക. ആമേൻ. അത് നേരത്തെ തന്നതല്ല, പക്ഷെ നിനക്ക് വേണ്ടി പുതിയതൊന്ന്. എത്ര പേർക്കറിയാം അപ്പ പഠിപ്പിക്കുന്ന ഓരോ റെവലേഷൻസ്? ഈ മണിക്കൂറിലെ റെവലേഷൻ അല്ലെങ്കിൽ ഈ മണിക്കൂറിലെ ഇൻഹെറിറ്റൻസ് എന്തുവാണെന്നറിയോ? കർത്താവിന്റെ എക്സ്പീരിയൻസ് അനുഭവിക്കുന്നതാണ്. ഈ മണിക്കൂറിലെ നിങ്ങളുടെ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് എന്നിലൂടെ കർത്താവിന്റെ വേർഡ് നിങ്ങളിൽ എത്തുന്നതാണ്. ഈ മണിക്കൂറിലെ ഇൻഹെറിറ്റൻസ്. എത്ര എക്സൈറ്റഡ് ആണ് കർത്താവിന്റെ റെവലേഷൻ കേൾക്കാൻ? ആമേൻ. നമ്മളെല്ലാരും പറയും നമ്മൾ റിസ്റ്റോർഡ് ആണ്, കർത്താവ് നമ്മളെ റിസ്റ്റോർ ചെയ്തു. പക്ഷേ നമ്മൾ ഇപ്പോഴും പറയും എന്റെ ഹീലിംഗിന് വേണ്ടി ഞാൻ കാത്തിരിക്കും, എനിക്ക് ഒരു ദിവസം അത് കിട്ടും. എന്റെ ബ്രേക്ക് ത്രൂ, ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക, എനിക്ക് കർത്താവ് അത് തരും. നമ്മൾ പറയുന്നത് പക്ഷെ നമ്മളെ കർത്താവ് റിസ്റ്റോർ ചെയ്തു, ഇനി അത് മാനിഫെസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ സ്റ്റേജിൽ ഇരിക്കുന്ന മിനിസ്റ്റേഴ്സ് പോലും പറയും ഇന്ന് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ആണ്. പക്ഷെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് നമ്മൾക്ക് ഓൾറെഡി എല്ലാം റിസ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. നമ്മളത് മാനിഫെസ്റ്റ് ചെയ്താൽ മതി, നമ്മളത് വിശ്വസിച്ച് നമ്മളതിനെ നേടിയാൽ മതി. നമ്മൾ വിശ്വസിക്കുന്ന ഓരോരുടെ കയ്യിലും അത് കർത്താവ് തരികയാണ് ചെയ്യുന്നത്. അടുത്തിരിക്കുന്ന ആൾക്കാരുടെ കൈ കൊടുത്ത് പറഞ്ഞേ, ഈ വർഷം ഞാൻ എന്റെ ലൈഫിൽ എല്ലാ വിധത്തിലെ മാനിഫെസ്റ്റേഷൻസും കാണാൻ പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും പറയും നമ്മുടെ ഉള്ളിൽ കർത്താവിന്റെ ജീവൻ ഉണ്ടെന്ന്. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ഹീലിംഗിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കർത്താവിന്റെ ജീവനാണ് എല്ലാത്തിനും ഉളവാക്കിയത്. കർത്താവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ തന്നെ നമ്മൾ പറയും കർത്താവിന്റെ ജീവന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ആമേൻ. നിങ്ങൾ കർത്താവിന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് മനസ്സിലാക്കി ആ ഫെയ്ത്തിൽ അതിനെ റിസീവ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി തന്നിരിക്കുന്നതിനെ നിങ്ങൾ കണ്ട് അതിനെ റിസീവ് ചെയ്താൽ മതി. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റഡ് ആകും. പക്ഷെ അതിനു പകരം നമ്മൾ കാത്തിരിക്കുക. നമ്മളെ കർത്താവെ നീ എനിക്ക് തരണേ. കാരണം നമ്മൾ അതില് കംഫർട്ടഡ് ആണ്, നമുക്കതില് ഓക്കെ ആണ്. നമ്മൾ എന്താ കാത്തിരിക്കുക എന്ന് പറയാൻ നമുക്ക് ഓക്കെ, കർത്താവ് എനിക്ക് തരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുക. കർത്താവ് ഏതെങ്കിലും ഒരു ദിവസം എനിക്ക് തരും. ഇന്ന് എനിക്ക് എന്റെ വിടുതലിന്റെ ദിവസമാണ്, ആമേൻ, ഇന്ന് എനിക്ക് കർത്താവ് തരും എന്ന് പറയാൻ നമ്മൾ ഓക്കെ ആണ്. കാരണം അത് മാനിഫെസ്റ്റഡ് ആകുന്നില്ല എന്ന് കാണുമ്പോൾ നമ്മൾ പറയും ചില കാര്യങ്ങൾ കൂടെ നടക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ തന്നെ കുറച്ച് റീസൺസ് കണ്ടുപിടിക്കും. ഇന്ന കാര്യങ്ങളോട് ചെയ്തു കഴിഞ്ഞാൽ അത് മാനിഫെസ്റ്റഡ് ആകും, ഇന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് കിട്ടും. പക്ഷെ ഇതൊക്കെ പിശാച് നമ്മുടെ ഉള്ളിലത്തെ തെറ്റായ ചിന്തകളാണ്. നമ്മൾക്ക് ഓൾറെഡി കർത്താവ് നമ്മുടെ ഹീലിംഗ് തന്നിരിക്കുകയാണ്. നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യലി അബൻഡന്റ്ലി റിച്ച് ആണ്. നമുക്കത് മാനിഫെസ്റ്റഡ് ആയ മാത്രം മതി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈയെടുത്ത് പറഞ്ഞത് ലൈഫ് ഓഫ് ഗോഡ് ഇസ് ഇൻ മീ. ദൈവത്തിന്റെ ജീവൻ എന്നിനുള്ളിൽ വസിക്കുന്നു. ആമേൻ. നിങ്ങൾ ഓരോരുത്തരും ഹയർ റിലം ഓഫ് എക്സിസ്റ്റൻസിലാണ്, ഉയർന്ന ജീവിത രീതിയിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ആ ഗ്ലോറിയസ് ലൈഫിലാണ് ആയിരിക്കുന്നത്. എന്നോട് ഏറ്റു പറഞ്ഞേ, നമ്മൾ ഓരോരുത്തരും ഗ്ലോറിയസ് ലൈഫിലാണ്. നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിൽ കർത്താവിന്റെ ജീവനുണ്ട്. എൻ്റെ ഉള്ളിൽ കർത്താവിന്റെ ജീവനുണ്ട്. അതാണ് എന്നെ ഓരോ ദിവസവും നടത്തുന്നത്. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം.
എത്ര പേർക്കറിയാം, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ച പോലെ എത്ര പേർക്കറിയാം, ഓരോ പ്രഭാതത്തിലും അവൻ്റെ ഗ്രേസ്, അവൻ്റെ ഫേവർ ഡിഫറെൻ്റ് ആണ്. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന ഡിഫറെൻ്റ് ആണ്. ഞാനിപ്പോൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേക്കും, എന്നിട്ട് കർത്താവിനോട് നന്ദി പറയും. അപ്പോൾ അത് ഈ രാവിലെ എനിക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ഫേവറിന്, ഗ്രേസിനായി നന്ദി പറയും. ഞാനപ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുകയും കർത്താവിൽ നിന്ന് കേൾക്കുകയും ചെയ്യും. ആമേൻ. ഓരോ പ്രഭാതത്തിലും അവന് നമ്മളോട് ചിലത് പറയാനുണ്ട്. അവൻ്റെ ജസ്റ്റിസ് പുതിയതാണ്. ആമേൻ. അവൻ്റെ ഗ്രേസ് നമ്മളോട് പുതിയതാണ്. അവൻ്റെ ഫേവർ പുതിയതാണ്. അടുത്തിരിക്കുന്നവരുടെ അടുത്ത് പറഞ്ഞേ, ഓ എവിടെ ചെന്നാലും നിനക്ക് കർത്താവിൻ്റെ ഫേവർ ഉണ്ടാകും. എവിടെ ചെന്നാലും നിനക്ക് കർത്താവിൻ്റെ ഗ്രേസ് ഉണ്ടാകും. എവിടെ ചെന്നാലും ആൾക്കാരുടെ ഫേവറിലായിരിക്കും നീ ആയിരിക്കുന്നത്. ആമേൻ. കഴിഞ്ഞ പ്രാവശ്യം അപ്പം ഇങ്ങനെ പറയുണ്ടായിരുന്നു, സോസിൻ്റെ എക്സാമ്പിൾ. അതില് സീഡ് സോയിൽ ഇട്ടപ്പോൾ ചിലത് 30 മേനി, ചിലത് 60, ചിലത് 100% കൊടുത്തു. ആമേൻ. അതിനുള്ള റീസൺ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പക്ഷെ നമുക്ക് മാത്യുവിലും മാർക്കിലും കാണാൻ പറ്റില്ല. അത് ലൂക്കിലാണ് കർത്താവ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്കൊരു വാക്യം വായിക്കാം. മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 8. മറ്റു ചിലത് നല്ല നിലത്തു വീണു, 100, 60, 30 മേനിയായി വിളഞ്ഞു. Other seeds fell on good soil and yielded grain, and some 100 times as much, some 60 and some 30. ചിലത് 30 മേനിയായി വന്നു, ചിലത് 60 ഉണ്ടായിരുന്നു, ചിലത് 100 ആയി വന്നു. ആമേൻ. അതിനുള്ള റീസൺ ആണ് കർത്താവ് എവിടെ പറയുന്നത്? ലൂക്കിൽ പറയുന്നത്. ലൂക്ക് 8ാമത്തെ ചാപ്റ്റർ മുതൽ കർത്താവ് അതിനുള്ള 8ാമത്തെ ചാപ്റ്ററിൽ കർത്താവ് അതിനുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതിങ്ങനെയാണ്. chapter 8 verse 15. But as for that seed in the good soil, these are the ones who have heard the word with a good and noble heart and hold on it tightly and bear fruit with patience. നല്ല മണ്ണിലുള്ളതോ വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവർ തന്നെ. ആമേൻ. ഈ നല്ല സോയിലിൽ വീണ ആൾക്കാര് കർത്താവിന്റെ വചനം കേട്ടപ്പോൾ അതിനെ എന്ത് ചെയ്തു എന്ന് പറയുന്നത്? മുറുകെ പിടിച്ചു, ടൈറ്റ്ലി പിടിച്ചു, അതിനെ വിട്ടുകൊടുക്കാതെ അതിനെ മുറുകെ പിടിച്ചു. ആമേൻ. വേറൊരു കാര്യം പറയുന്നുണ്ട്, സീഡ്സ് മുള്ളുകളുടെ ഇടയിൽ വീണത്. നമുക്ക് ആ വാക്യം വായിക്കാം. Luke 8 verse 14. The seed which fell among the thorns, these are the one who have heard, but as they go into their way they are suffocated with anxieties and riches and pleasures of the life, and they brought no fruit to maturity. മുള്ളിനിടയിൽ വീണതോ കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്താലും സംസാരഭോഗത്താലും ഞെരുങ്ങി പൂർണ്ണമായി ഫലം കൊടുക്കാത്തവരത്രേ. അപ്പൊ ഈ മുള്ളുകളുടെ ഇടയിൽ വീണത് ആ സീഡ്, ആ ത്രോൺസ് എന്ന് പറയുന്നത് എന്തോന്നറിയോ? ആ വാക്യം വായിക്കുമ്പോൾ അതിനെ സഫോക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ആ സീഡിനെ സഫോക്കേറ്റ് ചെയ്തു. ആ ത്രോൺസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളാണ്. ഇവിടുന്ന് ഒരു ഹീലിംഗ് പ്രാപിക്കുമ്പോൾ അപ്പോൾ പറയാറുണ്ട്, ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് സൗഖ്യമായോ, അത് അവിടെ വെച്ച് തോന്നിയതാണോ, സൗഖ്യം ശരിക്കും ആയോ? അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വന്നതിനെ, ആമേൻ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആങ്സൈറ്റി, നിങ്ങളുടെ ഓരോ ചിന്തകൾ കാരണം ആ സീഡിനെ വളരാതെ, ആമേൻ, ആ സീഡിനെ സഫോക്കേറ്റ് ചെയ്യണം. ആമേൻ. നിങ്ങൾ തന്നതിൽ വിശ്വസിക്കാതെ നിങ്ങളുടെ ആങ്സൈറ്റി, നിങ്ങളുടെ ആ ചിന്തകളെ വളർത്തും തോറും, ആമേൻ, നിങ്ങളുടെ സീഡ് മെച്യൂരിറ്റിയിൽ വരാതെ, നിങ്ങളുടെ ഫ്രൂട്ട്, അതിൻ്റെ ഫലം കൊടുക്കാതെ അതില്ലാതാകും. അതാണ് ഈ ത്രോൺസ്, ഈ മുള്ളുകളുടെ ഇടയിൽ വീണ സീഡിനെ കുറിച്ച് പറയുന്നത്. അത് ചിന്തകൾ, ആ സീഡ് ചിന്തകളാലാണ് വളർന്നത്. നിങ്ങളുടെ ഉള്ളിൽ തന്ന ദൈവത്തിൻ്റെ വചനം, ആമേൻ, അതിനെ നിങ്ങളുടെ ലോകപരമായ ചിന്തകൾ, ഇനി എന്ത് ചെയ്യും, എങ്ങനെയാണ് എന്നുള്ള വെറീസ്, എങ്ങനെ മുമ്പോട്ട് പോകും, നമ്മൾ എന്തിലാണോ വിശ്വസിച്ചിരിക്കുന്നത് അതിൻ്റെ വിപരീതമായിട്ടാണ് പിശാച് നമുക്ക് ആദ്യം കൊണ്ടുവരുന്നത്. നമ്മൾ ആദ്യം ചർച്ച വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം കേൾക്കുന്നത്? വിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹീലിങ്ങിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ കർത്താവ് നമുക്ക് ഹീലിംഗ് തരുന്നുള്ള വിശ്വാസം വർദ്ധിക്കും. പക്ഷേ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ ചെക്ക് ചെയ്യും, ശരിക്കും ഹീലായോ, അതോ ഇനി അവിടെ വെച്ച് തോന്നിയതാണോ? അപ്പോൾ പിശാച് നമ്മുടെ
വിശ്വാസത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ വിതച്ചതിനെ ആദ്യം കൊട്ടുവരുന്നത് എവിടെയാണ്? നമ്മുടെ ആ സീഡിലാണ്. അത് വളരരുത്, നമ്മുടെ ആ ചിന്ത, ആ സാധനം വളരരുത്. അത് അങ്ങനെ അവിശ്വസിക്കുന്നവരുടെ ലൈഫിൽ നിന്ന് അത് മാറിപ്പോകും. പക്ഷെ നല്ല സോയിൽ വീണവരിൽ അത് ആ വാക്യം അവർ മുറുകെ പിടിച്ചു എന്ന് പറയുന്നത്. ഹോൾഡ് ടൈറ്റ്ലി. അവരെ മുറുകെ പിടിച്ചിട്ട് അതിനെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നതെന്നറിയോ? അവര് അതിനു വേണ്ടിയുള്ള വാക്യങ്ങൾ ആഡ് ചെയ്തു. അപ്പം നമ്മളെക്കുറിച്ച് ഹീലിംഗ് ആൻഡ് പ്രോസ്പെറിറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഹീലിങ്ങിനെ കുറിച്ച് എത്ര വാക്യം അറിയാമെന്ന് അപ്പ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് 2-3 വാക്യം അറിയത്തുള്ളൂ. എത്രത്തോളം വാക്യം അറിയുന്നു? അപ്പോൾ ഒരു പ്രശ്നം ഒരു രോഗം നിങ്ങൾക്ക് വരുമ്പോൾ, നിങ്ങൾക്ക് ആർക്കും വരത്തില്ല, അപ്പോൾ നിങ്ങൾ എത്രത്തോളം വാക്യം അതിനെ കൺഫസ് ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് റിസൾട്ട് അതിനുണ്ടായിക്കൊണ്ടേയിരിക്കും. പ്രോസ്പെറിറ്റി. അപ്പോൾ വൈ പ്രോസ്പെറിറ്റി എന്നൊരു സബ്ജക്റ്റ് പഠിപ്പിച്ചു. എന്തുകൊണ്ട് പ്രോസ്പെറിറ്റിയിൽ കുറിച്ച് എത്രത്തോളം വാക്യം നമ്മൾ കാണുന്നു, എത്രത്തോളം വാക്യം നമ്മൾ പഠിക്കുന്നു, നമുക്കൊരു സാഹചര്യം വരുമ്പോൾ അത്രത്തോളം നമ്മൾ അതിനെ കൺഫസ് ചെയ്യാനായി തുടങ്ങും. നമ്മുടെ ലൈഫിൽ അത് വ്യാപരിക്കാനായി തുടങ്ങും, നമ്മുടെ ലൈഫിൽ അത് വരാനായി തുടങ്ങും. നിങ്ങൾ എത്രത്തോളം ആ വാക്യത്തിനെ മുറുകെ പിടിക്കുന്നു, അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ അത് മാനിഫെസ്റ്റഡ് ആയാൻ തുടങ്ങും. എത്രത്തോളം കർത്താവിന്റെ റെവലേഷനെ നിങ്ങൾ മുറുകെ പിടിക്കുന്നു, കർത്താവിന്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുന്നു, അതിനോട് ബന്ധപ്പെട്ട സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വേർഡ്സിനെ, കർത്താവിന്റെ വചനത്തെ ആഡ് ചെയ്യുന്നു, അത്രത്തോളം അത് റിസൾട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാനായി തുടങ്ങും. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ നല്ല സോയിൽ വീഴുള്ള ആൾക്കാരുടെ മനസ്സിൽ, അല്ലെങ്കിൽ ഇത്ര 30 മേനി 60 മേനി 100 മേനി കൊടുത്ത ആൾക്കാരുടെ മനസ്സിൽ തെറ്റായ അല്ലെങ്കിൽ പിശാച് ചിന്തകൾ ഇട്ടില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. പക്ഷേ അവരതിനെ വളർത്താനിടയാക്കിയില്ല. ആ ചിന്തകളെ അവർ വന്നപ്പോൾ കർത്താവിലെ ആ വചനത്തെ മുറുകെ പിടിച്ച് അവരതിനെ കൺഫസ് ചെയ്യാനായി തുടങ്ങി. ആ ചിന്തകളെ അവൾ വളർത്താൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ നിങ്ങൾ ആ മുള്ളുകളുടെ വീണതിനെ നോക്കാവോ? ആ ചിന്തകൾ വന്നപ്പോ ആ ചിന്തകൾ ആ സീഡിനെ സഫോക്കേറ്റ് ചെയ്തു, ഇറുക്കി, അതിനെ ഇല്ലാതാക്കി. ഇത് ഗുഡ് സോയിൽ വീണതിലും ചിന്തകളാണ് അതിനെ വളർത്തിയെടുത്തത്. കൺഫെഷൻസ് ആണ് അതിനെ വളർത്തിയെടുത്തത്. പക്ഷെ ത്രോൺസിൽ വീണതിലും തെറ്റായ ചിന്തകളാണ് അതിനെ ഇല്ലാതാക്കിയത്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കുന്നത്? ആ ചിന്തകൾ നിന്നെ കൺട്രോൾ ചെയ്യാൻ സമ്മതിക്കാറുണ്ടോ? ആ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസത്തെ ഇടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യാറ്? അതിനെതിരെ കൺഫ്യൂസ് ചെയ്യുകയാണോ ചെയ്യാറ്? അതോ നിങ്ങളുടെ ആൻസൈറ്റി, ഈ വാക്യത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ ആൻസൈറ്റി, നിങ്ങളുടെ കെയർസ്, ഇനി എങ്ങനെ മുമ്പോട്ട് പോകും, ഇനി എന്തോ സംഭവിക്കുന്ന ആ കാര്യം നിന്നെ കൺട്രോൾ ചെയ്യുകയാണോ ചെയ്യുന്നത്? ആ കാര്യം നിന്നെ കൺട്രോൾ ചെയ്യുമ്പോൾ നിന്നിൽ തന്ന സാധനത്തിന് നീ സഫോക്കേറ്റ് ചെയ്യാണ്, അതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാതാകുകയാണ്. പക്ഷെ നിങ്ങൾ വന്നിരിക്കുന്ന കർത്താവിൻ്റെ വേർഡിനെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ, അതിനെ മുറുകെ പിടിച്ച് ഓരോ കാര്യങ്ങൾ, അതിനു വേണ്ടിയുള്ള വാക്യങ്ങൾ, അതിനു വേണ്ടിയുള്ള സപ്പോർട്ടിങ് ആയുള്ള വേർഡിനെ അതിന് എത്രത്തോളം ആഡ് ചെയ്യുന്നോ അത്രത്തോളം അത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അപ്പ വീട് മേടിക്കുന്ന സമയത്ത് പണ്ട് മുതലേ കൺഫ്യൂസ് ചെയ്യുമായിരുന്നു, എനിക്ക് ഏറ്റവും നല്ല കർത്താവ് നമുക്ക് തരുമ്പോൾ ഏറ്റവും നല്ലതല്ലേ തരൂ, അല്ലാതെ ഒരു സൈഡ് പന്നലും കുറച്ച് നല്ലതും കുറച്ച് പന്നലും അങ്ങനെയല്ലല്ലോ, ഏറ്റവും നല്ലത്. അപ്പം അഞ്ചല്ലായിരുന്നപ്പോൾ എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും നല്ല വീട്ടിലെ ഞാൻ താമസിക്കുള്ളൂ, ഏറ്റവും ബെസ്റ്റ്. എത്ര പ്രതിസന്ധി വന്നിട്ടും അപ്പയ്ക്കൊരു കൺവിക്ഷൻ ഉണ്ടായിരുന്നു, ആ കർത്താവ് നമുക്ക് ഏറ്റവും നല്ലതേ തരുന്നുള്ള ആ സീഡ് അകത്ത് കിടക്കുമ്പോൾ ആ വാക്യത്തിൽ അല്ല, കർത്താവിൻ്റെ വേർഡിൽ ഉറച്ചു നിന്ന്, ആമേൻ, എത്ര 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 അപ്പനെ എന്തൊക്കെ ഇടിക്കാൻ ശ്രമിച്ചിട്ടും അപ്പ അതിനെതിരെ കൺഫ്യൂസ് ചെയ്തപ്പോൾ അത് മാനിഫെസ്റ്റഡ് ആയി. ഈ വാക്യത്തിൽ വേറൊരു കാര്യം കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി പറയുന്നുണ്ട്, ആൻഡ് ബെയർ ഫ്രൂട്ട് വിത്ത് പേഷ്യൻസ്. ആമേൻ, സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കണം. പേഷ്യൻസിന് വേറൊരു കാര്യമാണ് സഹിഷ്ണുത.
മെസ്സേജ് പറയുമ്പോൾ വേറൊരു ഗുണവും കൂടെ ഉണ്ട്. കുറെ മലയാളം നല്ല കട്ടിയുള്ള വേർഡ്സ് പഠിക്കാൻ പറ്റും. എൻഡുറൻസ് എന്ന് പറയുന്ന വേർഡ് എനിക്കറിയാം, പക്ഷേ അതിൻ്റെ സഹിഷ്ണുത എന്ന മലയാളം വേർഡ് അറിയില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ മലയാളം വേർഡ്സ് എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അതിൽ പറയുന്നത് ബെയർ ഫ്രൂട്ട് വിത്ത് പേഷ്യൻസ്, സഹിഷ്ണുതയോടെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ സഹിഷ്ണുതയോടെ അതിന് പ്രൊഡ്യൂസ് ചെയ്തു. നമ്മളൊക്കെ പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യുകയെന്നറിയോ? നമ്മൾ AK-47 എടുത്തിട്ട് കർത്താവിനെ വെടിവെക്കാനായി തുടങ്ങും. കർത്താവിനോട് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും, എന്താ കർത്താവ് ഇങ്ങനെ, എന്താ യേശുപ്പച്ച ഇങ്ങനെ, എനിക്കെന്താ ഈ പ്രശ്നം വരുന്നേ? പക്ഷെ അതിൽ നമ്മൾ പേഷ്യൻ്റ് ആയിരുന്ന് കർത്താവിൽ നിന്ന് കേൾക്കുകയോ അവൻ നമുക്ക് തന്നിരിക്കുന്ന വചനത്തെ മുറുകെ പിടിക്കുകയോ നമ്മൾ ചെയ്യാറില്ല. അതിനെയാണ് കർത്താവ് മേളിലെ വാക്യത്തിൽ പറയുന്നത്, ലോകത്തെ ഓരോ ചിന്തകൾ അതിനെ ഇറുക്കി കളഞ്ഞു. ലോകത്തെ ഓരോ ചിന്തകൾ അതിനെ വളരാതെ, അതിൻ്റെ ഫ്രൂട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യാതെ വണ്ണം അതിനെ ഇറുക്കി കളഞ്ഞു, അതിനെ സഫോക്കേറ്റ് ചെയ്തു. നിങ്ങൾ പ്രശ്നം വരുമ്പോൾ നോക്കിക്കോണം, നിങ്ങൾ പേഷ്യൻസ്, നിങ്ങൾ സഹിഷ്ണുതയാണ് ആയിരിക്കുന്നത്, അതോ കർത്താവിനെതിരെ അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ചോദ്യം ചോദിക്കുന്നവരാണോ? കർത്താവിന് ഇങ്ങോട്ട് പറയാതെ അങ്ങോട്ട് വെടിവെച്ചുകൊണ്ടിരിക്കുന്നവരാണോ? ആമേൻ. ഒരു പ്രശ്നം വരുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിരുന്ന് ആ പ്രശ്നത്തെ ഏറ്റവും പേഷ്യൻസിലൂടെ നിങ്ങൾ അതിലൂടെ പുറത്തു വരണം. പേഷ്യൻസ് എന്തിനാണെന്നറിയോ? പേഷ്യൻസ് ഉണ്ടെങ്കിലേ നമുക്ക് തന്നിരിക്കുന്ന പ്രോമിസിനെ നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ. ചില പ്രോമിസിനെ നമുക്ക് നമ്മുടെ കൈവശമാക്കാൻ പറ്റൂ. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മൾ അപ്പോൾ പണ്ട് പറഞ്ഞിട്ടുള്ള എക്സാമ്പിളാണ്, നമ്മളൊരു സാധനം കുഴിച്ചിട്ട് നാളെ തന്നെ അത് ഫലം കൊടുക്കണമെന്നുള്ള ചിന്തയിലാണ് നമ്മളെല്ലാവരും. പക്ഷെ ഈ ലോകത്തെ ഏത് കാര്യം നോക്കിയാലും അറിയാം, ഒരു ബിസിനസ് ഐഡിയ അത് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അതിന് റിസൾട്ട് ഉണ്ടാകത്തില്ല. തുടങ്ങുമ്പോൾ ചിലപ്പോൾ ചില നഷ്ടങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ പേഷ്യൻ്റ്ലി സഹിഷ്ണുതയോടെ അതിനെ ബിൽഡ് ചെയ്യുമ്പോഴാണ് അതിന് റിസൾട്ട് ഉണ്ടാകുന്നത്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളില് കർത്താവിന്റെ വചനം, ആ സീഡ് വരുമ്പോൾ അതിനെ ആ സീഡ് തരുന്ന വിശ്വാസത്തിനെതിരെ ആയിരിക്കും ആദ്യം എന്തെങ്കിലും പ്രശ്നം പിശാച് കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ അതിനെ പേഷ്യൻ്റ്ലി സഹിഷ്ണുതയോടെ അതിലൂടെ പോയി ആമേൻ അതിന്റെ ഫ്രൂട്ടിനെ ആ ഫ്രൂട്ടിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. നമ്മുടെ ലൈഫിൽ വരുന്ന പ്രശ്നങ്ങളിൽ കർത്താവിന്റെ വാക്യത്തിനെ മുറുകെ പിടിച്ച് ആമേൻ പേഷ്യൻ്റ്ലി അതിലൂടെ പുറത്തു വരണം. നമുക്കൊരു വാക്യം വായിക്കാം. ഹീബ്രു ചാപ്റ്റർ 10 verse 23. Let us seize and hold tightly the confession of our hope without wavering, for he who promised is reliable and trustworthy and faithful. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അതിൽ പറയുന്നുണ്ടോ, let us seize and hold tightly the confessions of our hope. അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ദൈവവചനത്തിനെ മുറുകെ പിടിച്ച് അതിനെ കൺഫസ് ചെയ്യാം. എത്ര പേര് രാവിലെ എഴുന്നേറ്റ് കൺഫെഷൻ ചെയ്യാറുണ്ട്? ഞാൻ നേരത്തെ ചെയ്യാറില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ കൺഫെഷൻ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്ന മാറ്റത്തെ തിരിച്ചറിഞ്ഞ് ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റ് കറക്റ്റ് ടൈമർ വെച്ച് കൺഫസ് ചെയ്യും. ഞാൻ കൺഫസ് ചെയ്യുമ്പോൾ കണ്ടിട്ടുള്ളത് എന്താണെന്ന് അറിയോ? എൻ്റെ സ്പിരിറ്റിനെ അത് ഭയങ്കരമായിട്ട് ചാർജ് ചെയ്യും. പിന്നെ അന്നത്തെ ദിവസം ഒരു സാധനത്തിന് എന്നെ ഇടിക്കാൻ പറ്റത്തില്ല. അന്നത്തെ ദിവസം എത്ര പ്രശ്നം വന്നാലും എൻ്റെ മനസ്സിനെ അത് തൊടത്തില്ല. ആമേൻ. കാരണം ഞാൻ ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ് കൺഫസ് ചെയ്യുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങളൊരു പ്രശ്നം വരുമ്പോൾ നോക്കിയേ, നിങ്ങൾ എന്തുവാ ചെയ്യുന്നതെന്ന്. നിങ്ങൾക്ക് തന്ന കർത്താവിൽ തന്ന ആ വേർഡിനെ മുറുകെ പിടിച്ച് അതിനെതിരെ കൺഫസ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അതോ എന്താ കർത്താവ് ഇങ്ങനെയെന്ന് ചോദിക്കുകയാണോ ചെയ്യുന്നത്? ആമേൻ. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. റോമൻസ് 5 verse 3. And not only this, but let us exult in our sufferings and rejoice in our hardship, knowing that hardship, distress, pressure or trouble produces patient endurance. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. ഇതിൽ പറയുന്നത് കഷ്ടങ്ങൾ വരാം, സഫറിങ്സ് ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം,
പക്ഷേ അതിൽ നീ കർത്താവിൻ്റെ വേർഡിനെ മുറുകെ പിടിക്കുകയാണെങ്കിൽ, സഹിഷ്ണുതയോടെ ഇരിക്കുകയാണെങ്കിൽ, ആമേൻ, നീ അതിൽ നിന്നൊരു പുതിയ റിസൾട്ടിനെ ഉളവാക്കും. ആമേൻ, നീ അതിൽ നിന്ന് പുതിയതൊന്ന് ഉളവാക്കാൻ ഇടയാകും. എത്രത്തോളം നീ ആ വേർഡിനെ മുറുകെ പിടിച്ച് അതിലോട്ട് അതിന് വേണ്ടിയ വേർഡ്സിനെ ആഡ് ചെയ്യുന്നോ, അത്രത്തോളം നിനക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാക്കി തരും. അത്രത്തോളം നീ അതിന്റെ റിസൾട്ട് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എത്ര പ്രശ്നം വന്നാലും ആമേൻ, കർത്താവ് നോക്കൂ എന്നുള്ള ഉറപ്പുള്ളവർക്ക് ആമേൻ അതൊന്നും ചെയ്യത്തില്ല. എൻ്റെ ലൈഫില് ഒരു വയറുവേദന വന്നപ്പോ ഞാൻ പറയാ, ലൈഫ് ഓഫ് ഗോഡ് ഇസ് ഇൻ മീ. കർത്താവ് എന്നെ ഓൾറെഡി ഹീലാക്കി, എനിക്കിതിന്റെ ആവശ്യമില്ല. പക്ഷെ വേദന സഹിക്കാൻ പറ്റാതായപ്പോ ഞാൻ ചോദിച്ചു, കർത്താവ് എന്നെ സൗഖ്യമാക്കണേന്നായി. പിന്നെ 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 ഞാൻ പറയാൻ തുടങ്ങി, കർത്താവെ എനിക്ക് പറ്റുന്നില്ല, എന്നെ നീ സഹായിക്കണേന്നായി. പിന്നെ അവസാനം എല്ലാം തോറ്റ് ഞാൻ അപ്പയെടുത്തോട് ചെന്നു. എന്നെ അപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഞാൻ സൗഖ്യമായത്. ആമേൻ. പക്ഷേ ഞാൻ സൗഖ്യമായതിനെ യേശു തിരിഞ്ഞു നോക്കുക, കർത്താവിനെ സൗഖ്യമാക്കിയതാണ്. ഞാൻ വിശ്വസിച്ചത് എന്തുവാ, കർത്താവ് ഓൾറെഡി എന്നെ സൗഖ്യമാക്കിയതാണ്, എനിക്ക് മാനിഫെസ്റ്റഡ് ആയാൽ മതി, എൻ്റെ പ്രോമിസ് ആണത്. പക്ഷേ അവിടെയാണ് നമുക്കൊരു വടംവലി നടക്കുന്നത്. നമ്മുടെ ലൈഫിലെ പ്രോമിസും പിന്നെ നമ്മുടെ ചിന്തകളും. നിങ്ങളുടെ ലൈഫിൽ തിരിഞ്ഞു നോക്കിയാൽ അറിയാം, ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്ന പ്രോമിസിനെതിരെ നമ്മളിങ്ങനെ ഒരു വടംവലി നടന്നുകൊണ്ടേയിരിക്കും. ഞാൻ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ചിന്തിക്കുമായിരുന്നു, ലിറ്ററലി അവിടെ ഒരു വടംവലി നടന്നു. കാരണം ആദ്യം ഞാൻ പറഞ്ഞു, കർത്താവിനെ ഹീലാക്കി, ഞാൻ ഓൾറെഡി ഹീൽഡ് ആണ്. പിന്നെ വേദന വന്നപ്പോൾ വേറെ ചിന്ത വന്നു, ഇനി ഞാൻ വിശ്വസിച്ച് ശരിയല്ലേ, ഇനി എൻ്റെ വേദന എന്തുകൊണ്ട് മാറുന്നില്ല, വേറെ ചിന്തകൾ വന്നു. എൻ്റെ പ്രോമിസും പിന്നെ എൻ്റെ ചിന്തയും കൂടെ ഒരു വടംവലിയായി. ആമേൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ അഞ്ചലായിരുന്ന സമയത്ത് ആൾക്കാർ വന്ന് ഓൾമോസ്റ്റ് 35 ആൾക്കാർ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്ന സമയത്ത് മമ്മി ബോധം കെട്ട് വീണെന്നും അപ്പ ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ നിന്ന സമയത്ത് പെട്ടെന്ന് പോലീസുകാർ വന്ന് അവരെല്ലാരും ഓടിപ്പോയെന്ന് പറഞ്ഞു. കർത്താവിന്റെ കരുതൽ അവിടെ ആ സമയത്ത് വെളിപ്പെട്ടു. ആമേൻ. അപ്പോ ചില ആൾക്കാർ അപ്പെടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് കർത്താവ് അതിനെ അനുവദിച്ചു? നമ്മൾ ആരും പറയാത്ത കാര്യമാണല്ലേ, കർത്താവ് അതിനെ അനുവദിച്ചു. ചില കാര്യങ്ങൾ കർത്താവിന് വേണ്ടി കേട്ടാലേ, കർത്താവിന് വേണ്ടി ചില കാര്യങ്ങൾ കേട്ടാലേ നമ്മളുടെ ഉള്ളിൽ എൻഡ്യൂറൻസ് ഉണ്ടാകത്തുള്ളൂ, നമ്മുടെ ഉള്ളിൽ സഹിഷ്ണുത ഉണ്ടാകത്തുള്ളൂ. പക്ഷെ അതിനർത്ഥം രോഗമോ അല്ലെങ്കിൽ ആക്സിഡൻസോ കർത്താവ് നമുക്ക് അതൊക്കെയാണ് കർത്താവ് തരുന്നതെന്നുള്ള അത് തെറ്റായ ചിന്തയാണ്. സഹിഷ്ണുത തരാൻ അല്ലെങ്കിൽ പേഷ്യൻസ് തരാൻ നമുക്ക് കർത്താവ് അങ്ങനെയൊക്കെയാ തരുന്നതെന്ന് തെറ്റായ ചിന്തയാണ്. കാരണം നമ്മളെ ഇല്ലാതാക്കിയിട്ട് നമ്മളെ എന്ത് പഠിപ്പിക്കാനാണ് കർത്താവ്? ആമേൻ. രോഗവും ആക്സിഡൻസും അങ്ങനത്തെ ഒന്നും നമുക്ക് ആവശ്യമില്ല എന്നാണ് കർത്താവ് പറയുന്നത്. പക്ഷെ കർത്താവിന് വേണ്ടി ചിലത് സഫറിങ്സ്, കർത്താവിന് വേണ്ടി ചില അക്യൂസിയേഷൻസ് നമ്മൾ കേൾക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, നമ്മൾ എൻഡ്യൂറൻസ് ഉണ്ടാവുന്നത്, നമ്മൾ സഹിഷ്ണുത ഉണ്ടാവുന്നത്. അത് നമുക്ക് ആവശ്യമാണ് ചില പ്രോമിസിനെ നമുക്ക് നേടാൻ. അത് നമുക്ക് ആവശ്യമാണ് ചില കാര്യങ്ങൾ നമുക്ക് അതിനെ നേടിയെടുക്കാൻ. എല്ലാവർക്കും റോമൻസ് 8:17 ആ വാക്യം എല്ലാവർക്കും അറിയാലേ. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ആമേൻ. കഴിഞ്ഞ ദിവസം അപ്പോൾ ലീഡേഴ്സ് മീറ്റിംഗിന് പറയുമ്പോൾ ആദ്യത്തെ ഭാഗം ഫുൾ അറിയാം, എയർസ് ആണ്, അവകാശികളാണ്, പാർട്ടേക്കേഴ്സ് ആണ്, ആ കാര്യങ്ങളൊക്കെ ഫുൾ അറിയാം. പക്ഷെ അതിൻ്റെ ബാക്കി നമ്മൾ ഗ്ലോറിഫൈഡ് ആകണമെങ്കിൽ കണ്ടീഷൻസ് അപ്ലൈ എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു സാധനമുണ്ട്, നമ്മൾ ചില സഫറിങ്സിലൂടെ പോകണമെന്ന്. ആമേൻ. നമ്മളെല്ലാവരും സഫറിങ്സിലൂടെ പോകണ്ട, പക്ഷെ ഗ്ലോറിഫൈഡ് ആവണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്.
സഫറിങ്സിലൂടെ ആ വഴിയിലൂടെ എനിക്ക് പോകാൻ പറ്റില്ല, പക്ഷെ ദൈവത്തിനോട് എനിക്ക് ഗ്ലോറിഫൈഡ് ആകണം. ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും ആദ്യത്തെ ആ ഭാഗം അറിയാത്ത ആരും കാണില്ല. പക്ഷേ രണ്ടാമത്തെ ഭാഗം നമ്മൾ ഇങ്ങനെ മാറ്റി വെച്ചേക്കുക. അവിടെ ഇങ്ങനെ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് വായിച്ചു പോയി എല്ലാം അവസാനിപ്പിച്ചു. ഞാൻ പറയുമ്പോൾ ഞാൻ അപ്പയും ആക്കി വായിക്കുമ്പോൾ ഞാനും ചിന്തിക്കുക, ഇത് തന്നെ എനിക്ക് അറിയത്തുള്ളൂ, അതിൻ്റെ ബാക്കി കാര്യം എനിക്ക് അറിയത്തില്ല. പക്ഷേ കർത്താവോട് ഒരു കണ്ടീഷൻ വെച്ചിരിക്കുകയാണ്, യു ഹാവ് ടു സഫർ ഫോർ ഗോഡ്. ചില കാര്യങ്ങൾ, പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ പോകണം, ടു ഗ്ലോറിഫൈ ടുഗെദർ. കർത്താവിൻ്റെ ആ ഗ്ലോറിയിലേക്ക് കയറണമെങ്കിൽ ചില കാര്യങ്ങളിലൂടെ പോകണം. ആമേ, നിങ്ങളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാ അതിനെ ഫേസ് ചെയ്യുന്നത് നോക്ക്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന കർത്താവിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ആമേൻ പേഷ്യൻ്റ്ലി അതിൽ നിന്ന് പുറത്തു വരികയാണോ, അതോ നേരത്തെ പറഞ്ഞ സീഡ് മുള്ളുകളുടെ ഇടയിൽ വീണിട്ട് ആ ചിന്തകൾ ആ സീഡിനെ വളരാതെ വണ്ണം അതിനെ ഇല്ലാതാക്കിയതാണോ നിങ്ങളുടെ ലൈഫിൽ നോക്കുന്നത്? നിങ്ങളുടെ ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ ആമേൻ അതിനെ കർത്താവിൽ നിന്ന് ആ പേഷ്യൻസിൽ, ആ സഹിഷ്ണുതയോടെ, ആ വേർഡിന്റെ കൺഫെഷനിലൂടെ അതിൽ നിന്ന് പുറത്തു വരിക വേണ്ടത്. നമ്മൾ പക്ഷേ പറയും ഇത് ഇത്ര ഈസി ആയിട്ട്, ഇത്രയും പാടായിട്ടൊന്നും പറ്റൂല. പക്ഷെ ഞാൻ എൻ്റെ ഫെയ്ത്ത് ഞാൻ കാണിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇത്ര പാടായിട്ടൊന്നും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് വീണ് പോയാലോ. നമ്മുടെ ഉള്ളിലെ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഉള്ളിലെ ഫെയ്ത്ത് ടെസ്റ്റ് ചെയ്യാണ് ചില ട്രിബുലേഷൻസ് അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ, ചില സഫറിങ്സ് നമുക്ക് ഉണ്ടാകുമ്പോൾ. അത് ഒരു ടെസ്റ്റ് ഓഫ് ഫെയ്ത്ത് ആണ്. ഞാൻ നേരത്തെ എൻ്റെ വയറുവേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് മാറിക്കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു. ഞാൻ പറയാം, ഞാൻ എന്ത് പ്രതിസന്ധി വന്നാലും കർത്താവിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് അതിനെ പുറത്തു വരുമെന്നു. പക്ഷേ അവസാനം അടുത്ത് വന്നപ്പോൾ ആദ്യം 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, കർത്താവ് എന്തുകൊണ്ട്? കാരണം ആ സീഡ് ത്രോൺസിൻ്റെ ഇടയിൽ വീണ പോലെ എൻ്റെ ചിന്തകളിലെ അവസാനം വളർത്താൻ സമ്മതിച്ചില്ല, അത് പ്രൊഡ്യൂസ് ചെയ്യാൻ സമ്മതിച്ചില്ല. ഞാൻ ആ വേദനയിലായിരുന്നു. അപ്പോൾ ഒരു സാധനം പഠിപ്പിച്ചു, അത് പറഞ്ഞാൽ മതി, അത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവും. ഇവിടെ ഇരിക്കുന്ന മിക്കവരും അപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ ഇങ്ങനൊരു സാധനം പറഞ്ഞാൽ മതി എന്ന് ബ്രദർ പഠിപ്പിച്ചായിരുന്നു. അവൻ എല്ലാവരും തപ്പി പറക്കാനായി നോക്കും. എനിക്ക് ആകെ ഒരു സാധനം ആ സമയത്ത് കിട്ടിയുള്ളൂ. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു പറയാൻ വേണ്ടി. പക്ഷെ എനിക്ക് ആകെ ഒരു സാധനം കിട്ടിയുള്ളൂ, ലൈഫ് ഓഫ് ഗോഡ് ഇസ് ഇൻ മീ. അപ്പോൾ ഈ മെസ്സേജ് പറയുമ്പോൾ പറഞ്ഞു, പ്രതിസന്ധി വരുമ്പോഴാണ് നിങ്ങൾ അതിനെ തപ്പിപ്പറക്കാൻ പോകുന്നതെന്ന്. ആ സമയത്ത് ഒരു സാധനം നിങ്ങളുടെ തലയിൽ വരില്ല, എല്ലാം മറന്നു. നിങ്ങളുടെ പ്രതിസന്ധി വരുമ്പോൾ കൺഫെഷൻസ് വരണ്ട എങ്ങനെയാണെന്നറിയോ? ആ വേർഡുമായിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ ആ വേർഡ് നിങ്ങൾക്കൊരു റെവലേഷൻ തരും. ആ റെവലേഷനിൽ നിന്ന് വരുന്ന കൺഫെഷനാണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ഞാനപ്പോൾ ചിന്തിച്ചു, കറക്റ്റാണ്. അപ്പൊ പറഞ്ഞ ആ കൺഫെഷനെ മാത്രമേ ഞാൻ ഇതുവരെ പിടിച്ചുള്ളൂ. പക്ഷെ ആ വേർഡിൽ നിന്നുണ്ടാകുന്ന, റെവലേഷനിൽ നിന്നുണ്ടാകുന്ന കൺഫെഷനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ സുൽത്താൻ ബത്തേരിയിലായിരുന്ന സമയത്ത് 2 ദിവസം മുമ്പേ ഞങ്ങൾ പോയായിരുന്നു. അപ്പോൾ 2 ദിവസം മുമ്പ് അപ്പയ്ക്ക് പനി പിടിച്ചിട്ട് അപ്പയ്ക്ക് എഴുന്നേക്കാൻ വയ്യ, മൊത്തത്തിൽ തളർന്ന് അപ്പൊ ബെഡി കിടക്കുകയാണ്, തീരെ വയ്യ അപ്പയ്ക്ക്. അപ്പോൾ ആകെ ഞാൻ കേൾക്കുന്നത് ലൈഫ് ഓഫ് ഗോഡ് ഈസ് ഇൻ മീ എന്നാണ്. ഫുൾ ടൈം എഴുന്നേറ്റിരിക്കാൻ പോലും വയ്യ, പക്ഷെ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റിരിക്കുകയാണെങ്കിൽ ലൈഫ് ഓഫ് ഗോഡ് ഈസ് ഇൻ മീ ഫുൾ ടൈം. പിറ്റേ ദിവസം ഞാൻ അപ്പം ഇങ്ങനെ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ഇരുന്ന് വിറയ്ക്കും, അത്രയും ശരീരം കൊണ്ട് അപ്പയ്ക്ക് വയ്യ. പക്ഷെ പിറ്റേ ദിവസം അപ്പൊ സുൽത്താൻ ബത്തേരി പോയി പ്രസംഗിച്ചു, ഭയങ്കര മിറക്കിൾസ് ആയ കാര്യങ്ങൾ സംഭവിച്ചു. ഞാനായിരുന്നെങ്കിൽ ആദ്യത്തെ 3-4 പ്രാവശ്യം പറഞ്ഞേനെ, പിന്നെ അപ്പ എടുത്ത് പറഞ്ഞേനെ, അപ്പ എനിക്ക് പറ്റില്ല, അപ്പ എന്നെ കൊണ്ട് നടക്കത്തില്ല എന്ന് പറഞ്ഞേനെ. എത്രത്തോളം നിങ്ങളുടെ വേർഡ്, കർത്താവിന്റെ വചനം നിങ്ങളെ മെഡിറ്റേറ്റ് ചെയ്യുന്നു, ആ വേർഡിൽ നിന്നൊരു റെവലേഷൻ നിങ്ങൾക്കുണ്ടാകും. ഇന്നതാണ്, അതിൽ നിന്ന് നിങ്ങൾക്കൊരു കൺഫെഷൻ ഉണ്ടാകും. അത് പറയുമ്പോഴാണ് ആമേൻ ചിലത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ റെവലേഷൻ നിങ്ങൾ നിൽക്കുമ്പോൾ എത്ര പ്രശ്നം ഉണ്ടായാലും അപ്പോൾ പറഞ്ഞ പോലെ ലൈഫ് ഓഫ് ഗോഡ് ഈസ് ഇൻ മീ, അത് നിങ്ങളെ
എത്ര നേരം എടുത്താലും നിങ്ങളുടെ വായിൽ നിന്ന് അത് പോത്തില്ല. എത്ര പ്രതിസന്ധി വന്നാലും നിങ്ങൾ അതിന്റെ മുമ്പിൽ നിന്ന് ഈ കൺഫെഷൻസ് പറയാനായി തുടങ്ങും. ആമേൻ. നിങ്ങൾ എത്രത്തോളം കർത്താവിന്റെ വേർഡുമായിരിക്കുന്നു, അതിനെ മെഡിറ്റേറ്റ് ചെയ്യുന്നു, അതിന്റെ റെവലേഷൻസ് നിങ്ങൾ കയറുന്നു, അത്രത്തോളം നിങ്ങളുടെ കൺഫെഷൻസ് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആമേൻ. ആദ്യം ഞാൻ റോമൻസ് വായിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ബൈബിളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബുക്കിലൊന്നാണ് റോമൻസ്. നമുക്കൊരു വാക്യം വായിക്കാം. റോമൻസ് 5:4. An endurance, proven character, spiritual maturity, and proven character, hope and confidence, assurance. നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. അതുതന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു അറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. എത്ര പേർക്ക് അടുത്ത മെച്യൂരിറ്റിയിലേക്ക് വളരണം, അടുത്ത നിലവാരത്തിലേക്ക് ഉയരണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. അവൻ ഈ സഫറിങ്സ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളിലൂടെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്തുവാണെന്നറിയോ? സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ് ഉണ്ടാകുന്നത്. നമ്മളുടെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ സഹിഷ്ണുതയോടെ പുറത്തു വരുമ്പോൾ, കർത്താവുമായി നിന്ന് അത് പേഷ്യൻ്റ്ലി അതിന് വെയിറ്റ് ചെയ്ത് അതിലൂടെ പുറത്തു വരുമ്പോൾ നമുക്കുണ്ടാകുന്നത് സ്പിരിച്വൽ മെച്യൂരിറ്റിയാണ്. സ്പിരിച്വൽ മെച്യൂരിറ്റി നമുക്ക് മനസ്സിലാവും. നമ്മുടെ ഒരു പ്രശ്നം വരുമ്പം, ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഞാനപ്പം നോക്കി വയറുവേദന വന്നപ്പം ഞാൻ സ്പിരിച്വൽ മെച്യൂരിറ്റി കാണിച്ചില്ല, എനിക്ക് സ്പിരിച്വൽ മെച്യൂരിറ്റി ആയില്ല. പക്ഷെ ഇനിയൊരു പ്രശ്നം വരുമ്പോൾ എനിക്കറിയാം ഞാൻ എങ്ങനെ അതിന് റിയാക്ട് ചെയ്യുന്നു. ഇനിയൊരു പ്രശ്നം വരുമ്പോൾ എനിക്കറിയാം ഞാൻ എങ്ങനെ അതിന് കൺഫസ് ചെയ്യണമെന്ന്. ഇനിയൊരു വേദന ഉണ്ടാകത്തില്ല, വന്നാൽ പോലും അതിനെങ്ങനെ ഞാൻ അതിന് മറികടക്കണമെന്ന് ഇപ്പോൾ എനിക്കറിയാം. ഞാൻ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ പേഷ്യൻ്റ്ലി കർത്താവിൻ്റെ ശബ്ദം കേൾക്കും. ആ സഹിഷ്ണുതയിലോട് പോയിട്ടുണ്ടോ, ആ കാര്യത്തിലൊക്കെ എനിക്ക് സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടായിട്ടുണ്ട്. ആമേൻ. നിങ്ങളുടെ ലൈഫിലൊരു പ്രശ്നം വരുമ്പോൾ, നിങ്ങളുടെ ലൈഫിലൊരു അക്യൂസേഷൻ വരുമ്പോൾ, നിങ്ങൾ എത്രത്തോളം പേഷ്യൻ്റ്ലി അതിനെ ഹാൻഡിൽ ചെയ്യുന്നോ അത് നിങ്ങളുടെ മെച്യൂരിറ്റിയെ കാണിക്കും. എത്രത്തോളം പേഷ്യൻ്റ്ലി നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നു അതിൽ നിങ്ങളുടെ മെച്യൂരിറ്റിയെ കാണിക്കും. അപ്പോൾ പറയുന്ന കേൾക്കാം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്നവർക്ക് ഓപ്പോസിറ്റാണ് കിട്ടുന്നതെന്നും, ജെല്ലായി പോകാൻ വേണ്ടി ഒരു ബാലൻസിന് വേണ്ടി ഓപ്പോസിറ്റാണ് കിട്ടുന്നതെന്നും. അപ്പോൾ മെസ്സേജ് പറയുമ്പോൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ പേഷ്യൻസ് പഠിച്ചു. ആദ്യം ഒരു വർഷം കഴിയുമ്പോൾ പേഷ്യൻസ് പഠിച്ചു എന്നാണ് വിചാരിച്ചേ. പക്ഷെ ജോഹമോൻ ഉണ്ടായതിന് ശേഷമാണ് ഇനി ഞാൻ പഠിക്കാനുണ്ട് എന്നപ്പം തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞു. കാരണം ആദ്യം ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്താൽ മതി, ഇതിപ്പോൾ ജോഹമോൻ ഒരുങ്ങി വരുന്നതിന് വെയിറ്റ് ചെയ്യണം. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കും, എനിക്ക് എല്ലാ സ്ഥലത്തും കുറച്ച് നേരത്തെ പോകാൻ ഇഷ്ടമുള്ള ആളാണ്. ലേറ്റായി പോകുന്ന അതോ സമയത്ത് അവിടെ ചെന്ന് കയറുന്ന ഇഷ്ടമുള്ള ആളല്ല. പക്ഷെ ജോഹമോനാണെങ്കിൽ നേരെ തിരിച്ചാണ്. അവന് ഒരു ടെൻഷനും ഇല്ല, ഇങ്ങനെ ഫ്രീ ബേർഡ് പോലെ നടക്കുന്നതാണ്. സ്കൂളിൽ രാവിലെ പോകുമ്പോൾ വീട്ടിൽ വന്ന് ഇപ്പോഴല്ല പണ്ട് സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ വന്നാൽ കാണാം, ഞാൻ സ്റ്റെപ്പിൻ്റെ താഴെ ഇരിക്കും, ജോഹ സമയമായി ഇറങ്ങി വരെ ഇങ്ങനെ ഫുൾ ടൈം വിളിച്ചോണ്ടേ ഇരിക്കും. അവൻ്റെ സമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് പതിയെ ഇറങ്ങി വരത്തുള്ളൂ. അപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ നേരത്തെ ചെല്ലേണ്ടടുത്ത് ഞാനിപ്പോൾ അലയ്ക്കാൻ തുടങ്ങും. വന്നിട്ട് അവസാനം അപ്പനെ വിളിക്കും. അപ്പം അവൻ വരുന്നില്ല, ഞാൻ പോവാന്ന് പറയും. അപ്പോൾ അപ്പനെ ഞാൻ കണ്ടപ്പോൾ അപ്പ ഇങ്ങനെ ഭയങ്കര പേഷ്യൻ്റ്ലി ജോഹമോനെ വാടാ, സമയടാ, പോണോടാ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ വീണ്ടും അലയ്ക്കും. പക്ഷേ അലച്ചു കഴിഞ്ഞ് ജോഹമോൻ താഴെ വരുമ്പോൾ ജോഹമോൻ്റെ മൂഡ് പോയി കാണും, എൻ്റെ മൂഡ് പോയി കാണും. അപ്പം അപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു, സമാധാനത്തിൽ ഒരു കാര്യത്തിൽ പേഷ്യൻ്റ്ലി ഒരു കാര്യത്തിനെ നീ ഹാൻഡിൽ ചെയ്താലേ അതിൻ്റെ റിസൾട്ട് നല്ലതായിരിക്കത്തുള്ളൂ. അതിനുശേഷം ജോഹമോൻ എത്ര ലേറ്റ് ആയാലും ഞാൻ മാക്സിമം ശ്രമിക്കും. അവൻ്റെ അടുത്ത് അലയ്ക്കരുത്, അവന് ദേഷ്യപ്പെടരുത്, ഇറങ്ങി വാടാ എന്ന് പറയരുത്. ജോഹമോനെ സമയമായി അവനെ പുഷ് ചെയ്യരുത്. കാരണം വണ്ടി കയറിയിട്ട് ജോഹയെടുത്ത് പറയണം നമ്മൾ താമസിച്ചു എന്ന് പറഞ്ഞാൽ അവൻ പറയും അതൊന്നും കുഴപ്പമില്ല, നമ്മൾ ചെല്ലുന്ന സമയത്ത് എല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന സമയമായിരിക്കും എല്ലാം കറക്റ്റ്. കാരണം ആരെങ്കിലും അവിടെ എവിടെയൊക്കെ താമസിച്ച് എങ്ങനെയും ഒക്കെ അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ജോഹ ചോദിക്കും ഞാൻ ഇപ്പൊ പറഞ്ഞ എന്തായാലും, അപ്പൊ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ചില സമയത്ത് താമസിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് അലച്ചത്, നീ എന്തിനാ എൻ്റെ രാവിലെ ഇങ്ങനെ അലച്ച് എൻ്റെ മൂഡ് കളഞ്ഞത്? അവൻ്റെ മൂഡ് പോയി, എൻ്റെ മൂഡ് പോയി.
പക്ഷെ അപ്പൊ ആ കാര്യം പറഞ്ഞപ്പോ അപ്പ എന്നെ ശ്രദ്ധിച്ചപ്പോ അപ്പ ഭയങ്കര പേഷ്യന്റ്ലി അതിനെ ഹാൻഡിൽ ചെയ്യുന്ന കണ്ടു. ഞാനും അതിനെ പേഷ്യന്റ്ലി ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയപ്പോ എനിക്കുണ്ട റിസൾട്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോ നിങ്ങളുടെ ലൈഫില് ഏതെങ്കിലും ആൾക്കാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവര് നിങ്ങളെ ചില സമയത്ത് നിങ്ങളുടെ പേഷ്യൻസിനെ പൊട്ടിക്കുന്ന വിധത്തിലാണോ സംസാരിക്കുന്നത്? അപ്പൊ ആലോചിച്ചോണം, നിങ്ങൾക്ക് ആ സ്ഥലത്ത് പേഷ്യൻസിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കുന്നത്. നിങ്ങൾ ആ സ്ഥലത്ത് പേഷ്യന്റിൽ നിന്നാൽ മതി. ആ സ്ഥലത്ത് നിങ്ങൾ താഴുമല്ല, ആ സ്ഥലത്ത് നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് പേഷ്യന്റ്ലി ഹാൻഡിൽ ചെയ്യണം. സ്പിരിച്വൽ മെച്യൂരിറ്റി അവിടെ വളരുന്നതോടൊപ്പം ഇതിൽ പറയുന്നത് ഹോപ്പ് വളരുമെന്ന്. അപ്പൊ വീട് മേടിക്കുന്ന കാര്യത്തില് ഞങ്ങള് ഒരു ഓൾമോസ്റ്റ് 1 year, ഓൾമോസ്റ്റ് 8 to 9 months ഞങ്ങൾ എന്ത് ചെയ്തു, അഞ്ജലിന്ന് ട്രാൻഡ്രം വന്ന് പഠിച്ചു. കാരണം വീട് മേടിക്കുന്ന ആ കാര്യങ്ങളിൽ ഒത്തിരി താമസിച്ചുകൊണ്ട് ട്രാൻഡ്രം വന്ന് പഠിച്ചു. എപ്പോൾ മേടിക്കുമെന്ന് ഉറപ്പൊന്നുമില്ല, പക്ഷെ ട്രാൻഡ്രം വന്ന് അപ്പൊ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെച്ചു ചെയ്തു. ഞങ്ങള് ട്രാൻഡ്രത്ത് ചേർത്തു. അപ്പം ഞങ്ങള് രാവിലെ പോണം, തിരിച്ചു വരുമ്പോ രാത്രിയാവും. പിന്നെ കുളിക്കാനും കുറച്ച് സ്നാക്സ് കഴിക്കാനും പഠിക്കാനൊന്നും സമയമില്ല. ഞാനപ്പോ 7th സ്റ്റാൻഡേർഡിലാണ്. എന്തെങ്കിലുമൊക്കെ കാര്യം പറയാം, അമ്മ ഭയങ്കര ക്ഷീണമാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ പഠിക്കാനൊക്കെ മിക്കാറുള്ള ദിവസം ഉഴപ്പാറുണ്ട്. ആ സമയത്താണ് എൻ്റെ മാർക്കൊക്കെ കുറച്ച് കുറഞ്ഞ സമയം. ഞാനപ്പോ അമ്മ എടുത്ത് പ്രഷർ ചെയ്യും, ഇന്ന കാര്യങ്ങളാണ്, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, മാർക്ക് കുറയുന്നു, അവരുടെ ശരീരം വേദനിക്കുന്നു. പക്ഷെ ഞാൻ അപ്പയിൽ കണ്ടൊരു കാര്യമുണ്ട്, ഇതൊന്നും അപ്പേനെ കൺട്രോൾ ചെയ്തില്ല. നേരത്തെ പറഞ്ഞ പോലെ ആ സീഡ് കർത്താവിന്റെ ആ വചനത്തെ അപ്പം മുറുകെ പിടിച്ച് പേഷ്യന്റ്ലി സഹിഷ്ണുതയോടെ ഈ കാര്യങ്ങളിലൂടെ പുറത്തു വന്ന് അപ്പയ്ക്ക് ആ ഓരോ സാഹചര്യത്തിലും അമ്മ പ്രഷർ ചെയ്യുമ്പോഴും അമ്മ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അഞ്ചൽ വീട്ടില് ഞങ്ങളുടെ ബാക്കിൽ ഒരു അടുക്കള ഉണ്ടായിരുന്നു. ആ അടുക്കളയുടെ ഒരു ഭിത്തി എന്ന് പറയുന്നത് എപ്പോ വേണേലും ഇടിഞ്ഞു വീഴാന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഭിത്തിയായിരുന്നു. അപ്പോൾ അവൾക്ക് സാഹചര്യം ഉണ്ടാവുക, ഈ വീട്ടിൽ നിന്ന് മാറണം, ഈ വീട്ടിൽ നിന്ന് അടുത്തടുത്തോട്ട് പോകണമെന്ന് സാഹചര്യം ഉണ്ടാകുക. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടും അപ്പൊ പേഷ്യന്റ്ലി ഓരോ കാര്യം കൺഫസ് ചെയ്തു. ഞാൻ എൻ്റെ വീട് കർത്താവ് എനിക്ക് തരുമ്പോ ഈ കേരളത്തിലുള്ള ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ഹൗസിൽ ഞാൻ താമസിക്കുന്നു. ഞങ്ങളിപ്പോ അതിന്റെ മാനിഫെസ്റ്റേഷനിലാണ്, ഞങ്ങളിപ്പോ ജീവിക്കുന്നത് ആ മാനിഫെസ്റ്റേഷനിലാണ്. ഈ പ്രശ്നത്തിൽ അപ്പയ്ക്ക് പേഷ്യന്റ്ലി സഹിഷ്ണുതയോടെ അപ്പ നിന്നപ്പോ അപ്പയ്ക്ക് സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടായി. ആ സ്പിരിച്വൽ മെച്യൂരിറ്റി അപ്പയ്ക്ക് ഒരു ഹോപ്പിനെ കൊടുത്തു. ആ ഹോപ്പിൽ നിന്ന് അപ്പയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായി. നമുക്കൊരു വാക്യം വായിക്കാം, റോമൻസ് ചാപ്റ്റർ 5:5. Such hope never disappoints us because, മലയാളത്തിൽ ഈ ബിക്കോസ് എന്തുകൊണ്ടെന്നാലൊരു വാക്കില്ല, അതാണ് അവിടെ ഏറ്റവും വേണ്ട വാക്ക്. അപ്പോൾ മലയാളത്തിൽ വായിക്കുന്നവർ ഇംഗ്ലീഷിൽ വായിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് ഗോഡ്സ് ലവ് ഹാസ് abundantly poured out within our hearts through the Holy Spirit who was given to us. എന്തുകൊണ്ടെന്നാൽ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. Because God's love, ഹോളി സ്പിരിറ്റിലൂടെ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന സ്നേഹം. ഞാൻ നേരത്തെ പറഞ്ഞു, അപ്പയുടെ ഹോപ്പ് അപ്പയ്ക്കൊരു കോൺഫിഡൻസ് കൊടുത്തു. ആ ഹോപ്പിനെ ഇടിക്കാൻ പറ്റത്തില്ല. കാരണം ആ വേർഡിൽ നിന്ന് അപ്പയ്ക്ക് ഒരു പേഷ്യൻസ് ഉണ്ടായി, എൻഡ്യൂറൻസ് ഉണ്ടായി, സഹിഷ്ണുത ഉണ്ടായി. അതിൽ നിന്ന് അപ്പയ്ക്കൊരു സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടായി. ആ സ്പിരിച്വൽ മെച്യൂരിറ്റി അപ്പയ്ക്കൊരു ഹോപ്പിനെ കൊടുത്തു. ആ ഹോപ്പിനെ ഇടിക്കാൻ പറ്റത്തില്ല. ഇവിടെ പറയുന്നത് എന്തോന്നറിയോ? എന്തുകൊണ്ട് ഹോളി സ്പിരിറ്റ് ആണ് നമ്മുടെ ഉള്ളിൽ കർത്താവിൻ്റെ സ്നേഹത്തെ നിറച്ച് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പേഷ്യൻ്റ്ലി കർത്താവിനോട് ഇരിക്കുവാണെങ്കിൽ, ആ കർത്താവിൻ്റെ സ്നേഹത്തെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആ എൻഡ്യൂറൻസിൽ നിന്ന്, ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരികയും സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടാകുകയും ആ ഹോപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ആ പ്രശ്നത്തിൽ നിന്ന് നമുക്കൊരു റിസൾട്ട് ഉണ്ടാകുകയും ചെയ്യുന്നത്.
അപ്പൊ വീട് മേടിക്കുന്ന കാര്യങ്ങൾ എല്ലാത്തിലും ഞാൻ പറയുമ്പോ നമുക്ക് മനസ്സിലാവുമല്ലോ, കുറെ പ്രഷർ വന്നിട്ടും അപ്പക്ക് കർത്താവിന്റെ ആ ഹോളി സ്പിരിറ്റിന്റെ ലവിൽ എത്രത്തോളം അപ്പൊ ഇരുന്നോ, ആമേൻ, അത്രത്തോളം പേഷ്യൻസ് ഉണ്ടായി, അത്രത്തോളം അപ്പക്ക് സഹിഷ്ണുത ഉണ്ടായി. അപ്പോൾ ആ പ്രശ്നത്തിൽ അപ്പയ്ക്ക് ഒരു സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടായി. അതിൽ നിന്ന് അപ്പയ്ക്ക് ഒരു ഹോപ്പ് ഉണ്ടായി. ഈ വാക്യത്തിൽ പറയുന്നത് ബ്യൂട്ടിഫുള്ളി പറയുന്നത്, സച്ച് ഹോപ്പ് നെവർ ഡിസപ്പോയിന്റ്സ് us. ഒരിക്കലും അതിനെ ഒരിക്കലും ഇടിക്കാൻ പറ്റത്തില്ല, അതിനെ ഒരിക്കലും തകർക്കാൻ പറ്റത്തില്ല. അതിൽ നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എപ്പോൾ വീട് മേടിക്കും എന്നറിയാതെ ഞങ്ങളെ അപ്പ എവിടെ കൊണ്ട് ചേർത്തു? ട്രിവാൻഡ്രത്ത് സ്കൂളിൽ കൊണ്ട് ചേർത്തു. ഓൾമോസ്റ്റ് 8 months ഞങ്ങള് അഞ്ചിൽ നിന്ന് ട്രിവാൻഡ്രം വന്ന് പഠിച്ചു. എന്ത് കോൺഫിഡൻസ് അത്, എന്ത് ഹോപ്പാ അത്. അമ്മ പ്രശ്നത്തിന്റെ നടുവിൽ കർത്താവിന്റെ പ്രസൻസിൽ ആ ലവിൽ ഇരുന്നപ്പോ കർത്താവ് ഒരു എൻഡുറൻസ് കൊടുത്തു. ആ പ്രശ്നത്തിന്റെ ഇടയിൽ ഒരു സഹിഷ്ണുത കൊടുത്തു. അതിൽ നിന്നൊരു സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടായി. എന്നിട്ട് ഒരാള് അപ്പയുടെ കണ്ണാടിയിൽ കല്ലെറിഞ്ഞപ്പോ അപ്പ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചും കേട്ടുമായിരുന്നപ്പോ നമ്മൾ ബൈബിളിൽ വായിക്കാം, രാഹബ് ഇസ്രായേലിന്റെ 2 സ്പൈസിനെ ഒളിപ്പിച്ചൊരു കഥ അറിയാം. ഇന്നലെ അപ്പൊ ഇങ്ങനെ ഈ സ്പൈയുടെ മലയാളം എന്ത് പറയുന്നത്, ഒറ്റുകാർ. അപ്പൊ ഇന്നലെ അമ്മ പറയുമ്പോ സ്പൈ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും. ഒറ്റുകാരെന്ന് പറയുമ്പോ ഞാൻ ചിന്തിച്ചിരുന്നത്, എനിക്കറിയാവുന്നത് ഒറ്റുകാരെന്ന് പറയുമ്പോ ട്രൈറ്റേഴ്സ് അല്ലെങ്കിൽ ബിട്രയൽ ചെയ്ത ആൾക്കാർ പോലെയായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഒറ്റുകാരെന്ന് പറയുന്നത് വേറൊരു മീനിങ് ഞാൻ പഠിച്ചു. അപ്പോൾ രാഹബിന്റെ വീട്ടില് ഒരു സൈന്യം മുഴുവൻ വന്നു, ഒരു രാജ്യം മുഴുവൻ ഒരാൾക്കാരെ തപ്പി വന്നിരിക്കുക. പക്ഷെ അവരെ കിട്ടിയില്ല, അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അത് അവരെ ഒളിപ്പിച്ചത് ചണതുള്ളടിയിലാണ് അവരെ ഒളിപ്പിച്ചത്. പക്ഷെ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പോ കർത്താവ് അപ്പോഴും സംസാരിച്ച്, ഞാൻ ഒളിപ്പിച്ച ആരവരെ കണ്ടുപിടിക്കും, ഞാൻ അവരെ മറച്ചു കഴിഞ്ഞാൽ ആർക്കതിനെ കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങള് യേശുവിന്റെ കാര്യം നോക്കിയേ. യേശുവിനെ സമയമാകാതെ ഒരാൾക്കും തൊടാൻ പറ്റിയില്ല. ഒത്തിരി പ്രാവശ്യം ആൾക്കാർ അവനെ പിടിക്കാനും കൊല്ലാൻ ശ്രമിക്കാനും പ്ലാൻ ഇടുകയും ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ സമയമാകാതെ ഒരു വ്യക്തിക്ക് പോലും അവനെ അടുക്കാൻ പോലും പറ്റിയില്ല. ഒരു വ്യക്തിക്ക് പോലും അവനെ ഒരു കാര്യത്തിലും കൊടുക്കാൻ പോലും പറ്റിയില്ല. ഒരു കാര്യത്തിലും അവനെ പിടിക്കാൻ പറ്റിയില്ല. ആമേൻ. ഓരോ പ്രശ്നം വരുമ്പോ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കൂടെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന നിന്റെ കൂടെ ആരാ ഉള്ളതെന്നും. ആമേൻ. നീ ആരാണെന്നും നീ എവിടെ ചെന്നാ നിൽക്കാൻ പോകുന്നതെന്നും നീ ഒരു പ്രശ്നത്തിൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ കൂടെ ഇരിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ ഹോളി സ്പിരിറ്റിന്റെ ലവിൽ എത്രത്തോളം നിങ്ങൾ സ്ട്രോങ്ലി നിൽക്കുന്നു, എത്രത്തോളം ഒരു പ്രശ്നത്തിൽ അവന്റെ ലവിനെ എക്സ്പീരിയൻസ് ചെയ്യാൻ തയ്യാറാകുന്നു, ആമേൻ, അത് നിങ്ങൾക്കൊരു എൻഡുറൻസിനെ ഉണ്ടാക്കും. അത് നിങ്ങൾക്ക് സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടാക്കും. ആ സ്പിരിച്വൽ മെച്യൂരിറ്റി നിങ്ങൾക്കൊരു ഹോപ്പിനെ നൽകും. അതൊരു കോൺഫിഡൻസിനെ ഉണ്ടാക്കും. അതൊരു പുതിയ റിസൾട്ടിനെ ഉണ്ടാക്കും. ബൈബിളിൽ വായിച്ച പോലെ പേഷ്യൻലി അവര് ആ ഫ്രൂട്ടിനെ ബെയർ ചെയ്തെന്ന് പറഞ്ഞ പോലെ പേഷ്യൻലി നിൽക്കുന്തോറും കർത്താവിന്റെ പ്രസൻസിൽ ആ സാന്നിധ്യം നിൽക്കുമ്പോൾ ആമേൻ, നിങ്ങളുടെ ലൈഫിൽ ആ പ്രശ്നത്തിലൂടെ പോകുമ്പോൾ നീ ഒരു പുതിയ റിസൾട്ടിനെ കാണാൻ തുടങ്ങും. നിനക്കൊരു പുതിയ സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടാകും. പ്രശ്നത്തിന്റെ ഇടയിൽ നമ്മള് ബാക്കിയുള്ളവരെയും കുറ്റം പറഞ്ഞ് കർത്താവിന് ആ സാഹചര്യത്തെ കുറ്റം പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് എന്താ കർത്താവ് എനിക്ക് ഇങ്ങനെ വന്നേന്ന് ചോദിച്ച് നിൽക്കുകയാണെങ്കിൽ ആമേൻ, നമുക്ക് കർത്താവിന്റെ സ്നേഹത്തെ അനുഭവിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഒരിക്കലും അവന്റെ സ്നേഹത്തെ മനസ്സിലാവത്തില്ല. ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങോ സാഹചര്യത്തെ കുറ്റം പറഞ്ഞ് നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ഒരു പ്രശ്നം വരുമ്പോൾ ഒന്നുകിൽ ആ വ്യക്തിനെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ കുറ്റം പറഞ്ഞ്, അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് ചോദിച്ചും. പക്ഷെ അതൊന്നും അല്ല ചെയ്യേണ്ടത്. ആ കർത്താവിന്റെ സാന്നിധ്യത്തെ അനുഭവിക്കുക വേണ്ടത്. ആ കർത്താവിന്റെ സ്നേഹത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ ചെയ്യേണ്ടത്. കർത്താവ് റെഡിയാണ് ആ സ്നേഹത്തെ നിങ്ങൾക്ക് തരാനും നിങ്ങളെ അതിലൂടെ കൊണ്ടുപോകാനും കർത്താവ് തയ്യാറാണ്. പക്ഷെ നമ്മൾ കുറ്റം പറച്ചിലും
നമ്മള് നമ്മുടെ കരച്ചിലും നമ്മൾ ആ സ്നേഹത്തെ എക്സ്പീരിയൻസ് ചെയ്യാതെ പോകുമ്പോഴാണ് നമ്മൾ ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടു പോകുന്നത്. നിങ്ങൾ എത്രത്തോളം കർത്താവിന്റെ സ്നേഹത്തിൽ കൂടെ ഇരിക്കുന്നു, ആ വേർഡിൽ മുറുകെ പിടിച്ചിരിക്കുന്നു, ആമേൻ, പേഷ്യന്റ്ലി, സഹിഷ്ണുതയോടെ, ആമേൻ, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുന്നു. നിങ്ങൾ ഒരു കാര്യത്തെ പ്രൊഡ്യൂസ് ചെയ്യാനായി തുടങ്ങും, പുതിയ റിസൾട്ടിനെ നിങ്ങൾ ഉണ്ടാക്കാനായി തുടങ്ങും. ആമേൻ. നമുക്കൊരു വാക്യം വായിക്കാം. Hebrews chapter 6 verse 12. So that you will not be sluggish, but imitators of those who through faith and by patient endurance inheriting the promise. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. പ്രശ്നം വരുമ്പോൾ നമ്മള് ഒന്നെങ്കിൽ തണുത്തു പോവും, അല്ലെങ്കിൽ പുറകോട്ട് വലിക്കും. ഇതൊന്നും ഉണ്ടാകാതെ ഈ വേർഡിനെ മുറുകെ പിടിച്ച്, ആമേൻ, പേഷ്യന്റ്ലി, സഹിഷ്ണുതയോടെ നിൽക്കാനാണെങ്കിൽ, ആമേൻ, നിങ്ങളുടെ പ്രോമിസിനെ നിങ്ങൾ ഒബ്റ്റെയിൻ ചെയ്യും. നിങ്ങളുടെ പ്രോമിസിനെ നിങ്ങളുടെ കൈവശമാക്കും. അബ്രഹാമിന്റെ കാര്യം വായിക്കാം നമുക്ക്. Hebrews chapter 6 verse 13 വായിക്കാം. For when God made the promise to Abraham, he saw by himself, since he had no one greater by whom to swear, saying, I will surely bless you and I will surely multiply you. And so having patiently waited, he realized the promise. And after he had patiently endured, he obtained the promise. ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. ദീർഘക്ഷമയോടെ ഇരുന്ന്, ആമേൻ. അബ്രഹാമിനെ കണ്ടാ അറിയാം, സാറ അത്ര വയസ്സായി, അബ്രഹാം ഇവിടെയായി. പക്ഷെ കർത്താവ്, ദൈവം അവൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരിക്കുക, നിന്നെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യും. ആമേൻ. നിന്റെ സന്തതിയെ നക്ഷത്രങ്ങളെ പോലെ, മണൽത്തരികളെ പോലെ അത്രയും നിനക്ക് ഉണ്ടാകുമെന്ന് കർത്താവ് അവന്റെ അടുത്ത് വാഗ്ദത്തം പറഞ്ഞിരിക്കുക. അബ്രഹാം അവിടെ പേഷ്യന്റ്ലി അതിനുവേണ്ടി കാത്തിരുന്നു. ആമേൻ. അബ്രഹാം ആ സാഹചര്യത്തിൽ അതിനെ സഹിഷ്ണുതയോടെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് ആ പ്രോമിസിനെ അവന്റെ കയ്യിൽ അതിനെ കിട്ടിയത്, അതിന്റെ കയ്യിൽ അവന് ലഭിച്ചത്. ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങളില്, ആമേൻ, നിങ്ങൾ പോകുന്ന ഓരോ സഫറിങ്സില് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ പ്രശ്നത്തിൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ, ആ ലവിൽ ഇരിക്കും തോറും, ആമേൻ, ആ സഹിഷ്ണുതയിൽ നിങ്ങൾ ആയിരിക്കും തോറും, ആമേൻ, നിങ്ങളുടെ പ്രോമിസിനെ നിങ്ങളുടെ കൈകളിൽ തരാനായി തുടങ്ങും. നിങ്ങളുടെ പ്രോമിസിനെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ആകുന്നത് കാണാനായി തുടങ്ങും. നമുക്ക് ജോബിന്റെ വൈഫിനെ അറിയാം. ജോബിന്റെ വൈഫ് ബൈബിളിൽ നെഗറ്റീവ് ആയ ഒരു കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണ് നെഗറ്റീവായ ഒരു കാര്യം അവിടെ എഴുതി വെക്കുന്നത്? അതിലൂടെ ആ സമയത്തും ജോബ് കർത്താവിനെതിരെ തിരിയാതെ, കർത്താവിനെതിരെ ഒരു വാക്കുപോലും സംസാരിച്ചില്ല. ഇതിലൂടെ എന്തോ സംസാരിക്കുന്നറിയോ? നിങ്ങളുടെ ലൈഫില് നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, വൈഫ് ആകാം, മക്കളാകാം, റിലേറ്റീവ്സ് ആകാം, അവരെഴുന്നേറ്റ് നെഗറ്റീവ് കാര്യങ്ങൾ പറയാം, അക്യൂസേഷൻ ഉണ്ടാക്കാം, അക്യൂസേഷൻ പറയാം. ദൈവത്തിനെതിരെ സംസാരിക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷേ ആ സാഹചര്യത്തില് കർത്താവിന്റെ ഹോളി സ്പിരിറ്റിന്റെ ലവിലായിരിക്കും തോറും, ആമേൻ, നിങ്ങൾക്ക് നിങ്ങളുടെ വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കും. ആമേൻ. നിങ്ങൾ പേഷ്യന്റ്ലി അതിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും തോറും, ആമേൻ, നിങ്ങളുടെ വാഗ്ദത്തത്തിൽ എത്തിക്കൊണ്ടേയിരിക്കും. ജി മേജർ. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ പേഷ്യന്റ്ലി കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി ആയിരിക്കുന്നു, ആമേൻ, അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആയിക്കൊണ്ടേയിരിക്കും. ആ സന്തോഷത്തിലായിക്കൊണ്ടേയിരിക്കും.
അപ്പോൾ ഇന്നു മുതൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആ സാഹചര്യത്തെയും കുറ്റം പറയാതെ, ആമേൻ, ആ വ്യക്തിയെയും കുറ്റം പറയാതെ, ഹോളി സ്പിരിറ്റിനോട് ചോദിക്കാതെ, ഇടിയാതെ തണുക്കാതെ, ആ പ്രസൻസ്, ആ ലവിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും തോറും ആമേൻ, നിങ്ങളുടെ പ്രോമിസിനെ നിങ്ങൾ കൈവശമാക്കാൻ തുടങ്ങും. നിങ്ങളുടെ പ്രോമിസിനെ നിങ്ങളുടെ കൈവശമാക്കാൻ തുടങ്ങും. നിങ്ങളുടെ പ്രോമിസിനെ നീ മാനിഫെസ്റ്റഡ് ആകുന്ന കാണാനായി തുടങ്ങും. അപ്പ എപ്പോഴൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ പോയിട്ടുണ്ടോ, അപ്പോഴൊക്കെ അപ്പ ഒരു പാട്ട് എഴുതുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ പോകുമ്പോൾ ഒരു പാട്ട് എഴുതുന്നേ? ഹോളി സ്പിരിറ്റിന്റെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നതാ. ഹോളി സ്പിരിറ്റിന്റെ സ്നേഹം എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ പേഷ്യൻസ് ഉണ്ടാകും, സഹിഷ്ണുത ഉണ്ടാകും, അതിൽ നിന്ന് മെച്യൂരിറ്റി വളരും, അതിൽ നിന്ന് ആ ഹോപ്പ് ഉണ്ടാകും. ആ ഹോപ്പിനെ ഒരാൾക്ക് ഇടിച്ചു കളയാൻ പറ്റത്തില്ല. അതിൽ നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും. ആനന്ദമേ, ആനന്ദമേ, കർത്താവിൽ ആനന്ദമേ, സന്തോഷമേ, സന്തോഷമേ, യേശുവിൽ സന്തോഷമേ, ആനന്ദമേ, ആനന്ദമേ, കർത്താവിൽ ആനന്ദമേ, സന്തോഷമേ, സന്തോഷമേ, യേശുവിൽ സന്തോഷമേ, ആനന്ദമേ, ആനന്ദമേ, കർത്താവിൽ ആനന്ദമേ, സന്തോഷമേ, സന്തോഷമേ, യേശുവിൽ സന്തോഷമേ. അപ്പൊ ഇനി ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ എന്ത് ചെയ്യും? കർത്താവിന്റെ സാന്നിധ്യത്തെ അനുഭവിച്ച് ഈ പാട്ടിലുള്ള പോലെ ആനന്ദമേ, ആനന്ദമേ, കർത്താവിൽ ആനന്ദമേ, സന്തോഷമേ, സന്തോഷമേ, യേശുവിൽ സന്തോഷമേ.